ഗുഡ് ഈവനിങ് രാജു സാർ, ഗുഡ് ഈവനിങ്. ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണോ? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ജയശ്രീ മാഡം, വോയിസ് ക്ലിയർ ആണോ? എന്തെങ്കിലും എക്കോ അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടോ? ഇല്ല, സാറെ കുറച്ച് സമയം കൊണ്ട് ഒരു ട്യൂൺ വരുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ മാറി. അത് മ്യൂസിക് വന്നതാണ്, ഇല്ലല്ലോ. ആണല്ലേ? ആ ഹാ ഓക്കെ ഹാ. ഓക്കെ. യെസ്. ഞാനോർത്ത് എന്റെ ഫോണിന്റെ കംപ്ലൈന്റ് അല്ല ആയിരിക്കും. അല്ല അല്ല അല്ല, അത് മ്യൂസിക് വന്നത്. ഓക്കെ. യെസ്, മൈക്ക് ഓഫ് ചെയ്തോളൂ മാഡം. ഓക്കെ ഓക്കെ. അനീഷ മാഡം, ഷർബാൻ, ബാനു കാണാൻ ഷർബാൻ ആവും അല്ലേ? പ്രിൻസി മാഡം, ജയശ്രീ മാഡം. ഓക്കെ ഓക്കെ, എല്ലാവരെയും വെൽക്കം ചെയ്യും. യെസ്, പറയൂ പറയൂ. ഷർബാൻ ആണോ? ഓക്കെ ഓക്കെ, ശരി ശരി. ജമീല, സലീം. ഓക്കെ. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരെയും ബിസ് ലൈഫിന്റെ ഈ ഒരു വെബിനാറിലേക്ക്, ബിസിനസ് വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് ഒരു ലൈഫിലെ ടാസ്ക് ആയിട്ട് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മൾ വലിയ നോളജിൽ ആളുകളായിട്ട് മാറുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ബിസ് ലൈഫ് നിരന്തരമായി എല്ലാ ചൊവ്വാഴ്ചയും തികച്ചും ഫ്രീ ആയിട്ട് തന്നെ താല്പര്യമുള്ള ആളുകൾക്ക്, നമുക്ക് ഒത്തിരി ആളുകളും വേണം. ഇപ്പോൾ ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും നമ്മൾ ആ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കും. വന്നവർക്ക് എന്തെങ്കിലും ഒന്നോ രണ്ടോ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റിയാൽ അവർ ലൈഫിൽ സക്സസ് ആവുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. എനിവേ, ബിസ് ലൈഫിന്റെ ഈ ഒരു ഈവനിങ് മീറ്റിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നേരത്തെ വന്നവരുണ്ട്, ഇനി കുറച്ച് ആളുകളൊക്കെ എന്തെങ്കിലും എൻഗേജ് ആയിട്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ച് ആളുകൾ വരും, അത് നമുക്കറിയാം. എപ്പോഴും സമയം കീപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ടോപ്പിക്കും സമയമാണല്ലോ. അപ്പം എന്തൊരു പ്രോഗ്രാം ആണെങ്കിലും ഒരു മീറ്റിംഗ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ആ സമയത്തിന് എത്താൻ കഴിയുക എന്നുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ടൈം മാനേജ്മെന്റ് റിയൽ ലൈഫിൽ മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്ന് നമ്മുടെ ടോപ്പിക്ക്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട് അത് ശരിക്കും എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് റിയൽ ലൈഫിൽ എന്നുള്ളത്. കാരണം നമുക്കറിയാം സമയത്ത്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിന്റെ ക്യാപ്ഷൻ തന്നെ അതാണല്ലോ അല്ലേ? ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല, പക്ഷെ ആ സമയത്തിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. വേണമെന്ന് വിചാരിച്ചാൽ മാനേജ് ചെയ്യാൻ പറ്റും. ഒന്ന് ചോദിച്ചോട്ടെ, ഏതായാലും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്ര പേർക്ക് സമയം തികയാത്ത പ്രശ്നമുണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ എന്ന് അടിക്കാമോ? ഒരു ദിവസത്തെ സമയം നമ്മൾ തികയാതെ വരുന്നു, അതായത് നമ്മൾ കുറെ കാര്യം ചെയ്യണം വിചാരിക്കും, വൈകുന്നേരം ആകുമ്പോഴേക്കും യെസ്, ഓക്കെ, തികയാത്ത ആളുകളുണ്ട്. ഓക്കെ, എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ആക്റ്റീവ് ആവും. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിയണം, അതിനു വേണ്ടി കൂടിയാണ്. രാജീവ് സാർ യെസ്, ഓക്കെ. യെസ്, അനീഷ മാഡം യെസ്, ഓക്കെ. ഇനിയുണ്ടല്ലോ, മൂന്നാളെ ആകെ ചാറ്റിൽ വന്നിട്ടുള്ളൂ, ഇനിയും വരാനുണ്ട്. എല്ലാവരും ചാറ്റ് ബോക്സ് അറിയാത്തവരുണ്ടെങ്കിൽ പറയണം. യെസ്, ജമീല, സലീം, ഓക്കെ. യെസ്. അപ്പൊ എല്ലാവർക്കും സമയം തികയാത്ത പ്രശ്നമാണ് കൂടുതൽ. എല്ലാവരും ചാറ്റ് ബോക്സിൽ വരും. ഒന്ന് നിങ്ങളെ കൈയൊക്കെ ഒന്ന് അനങ്ങുന്നത് നല്ലതാണ്. യെസ്, യശ്രീ മാഡം, ഓക്കെ. വിജയ് സാർ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, യെസ് യെസ്. ബാനു നെവർ, ഓക്കെ. വെരി ഗുഡ്. ഒരാൾ നെവർ എന്ന് പറഞ്ഞു, ബാക്കി എല്ലാവർക്കും സമയം തികയാത്ത പ്രശ്നം. ഷബന, ജാഫർ, ഓക്കെ. യെസ്, വെരി ഗുഡ്. താങ്ക് യു ഫോർ യുവർ റീപ്ലൈ. എന്തായാലും മെജോറിറ്റി ആളുകളുടെയും പ്രശ്നം എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് ടൈം തികയാതെ വരിക എന്നുള്ളത് തന്നെയാണ്. റിയൽ ലൈഫിൽ സമയം, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കും, പക്ഷെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും സമയം എന്താവും? സമയം അങ്ങോട്ട് അവസാനിക്കും. നമുക്ക് സമയം കിട്ടാത്തൊരു പ്രശ്നം വരുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഓക്കെ, എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇതിനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് നമ്മുടെ റിയൽ ലൈഫിലെ സക്സസ് നമ്മുടെ സമയത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ്. റിയൽ ലൈഫിലെ സക്സസ് നമ്മുടെ സമയത്തെ എങ്ങനെ യൂസ് ചെയ്യുന്നോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ റിയൽ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളും ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതിലേക്ക് എത്തിപ്പെടാൻ നമുക്കൊരു പക്ഷേ പലപ്പോഴും സമയമായിരിക്കും നമുക്ക് തടസ്സം വരുന്നത്. നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്ത് തീർക്കാൻ കഴിയുന്നില്ല. സമയം ഇതാ, രാവിലെ നേരം വെളുക്കുന്നു, വൈകുന്നേരം ആവുന്നു, അതിനിടയ്ക്ക് എന്തെല്ലാം ചെയ്തു, അതങ്ങനെ കഴിഞ്ഞു പോയി. ഇങ്ങനെയാണ് നമ്മുടെ ഒരു സിസ്റ്റം മെജോറിറ്റി ആളുകളിൽ. അപ്പൊ എങ്ങനെയാണ് അതിനെ നമുക്ക് നമ്മുടെ കൈയുടെ ഉള്ളികൾ ആക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ
കൈക്കുമ്പിളിൽ ആക്കിക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ദെൻ ദ റിയൽ പ്രോബ്ലം ഈസ് നോട്ട് ടൈം. ടൈം അല്ല ശരിക്കും പ്രോബ്ലം. അത് എല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും ഉള്ളത് പോലെ തന്നെ ഒരു ദിവസത്തെ എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് സമയം 24 hours ആണ് കിട്ടുന്നത്. എല്ലാവർക്കും അറിയാം. സമയമല്ല പ്രശ്നം. എവിടെയാണ് പ്രശ്നം? ദ റിയൽ ഇഷ്യൂ ഈസ് ലാക്ക് ഓഫ് സ്ട്രക്ചർ ആണ്. സമയത്തിന് നമ്മളുടെ ഷെഡ്യൂളുമായി നമ്മുടെ വർക്കുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൈലബിൾ സമയം, നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങണം, എത്ര മണിക്കൂർ ഉറങ്ങാതിരിക്കണം, ഉറങ്ങാതിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനൊരു ഫ്രെയിം വർക്കിനകത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് സമയമില്ല എന്നുള്ള നമ്മുടെ പ്രയാസം നമുക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ദിവസത്തെ ടൈമിനെ ഒരു ഫ്രെയിം വർക്കിനാക്കാൻ നമുക്ക് ശ്രമിച്ചു നോക്കാം. ആർ യു റെഡി? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും കൂടി റെഡിയാണോ എല്ലാവരും? കമന്റ് ബോക്സിൽ വരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോവും. കമന്റിൽ നിങ്ങൾ ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇങ്ങനെ കയ്യെപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കണം. യെസ് യെസ് ഓക്കെ. അതല്ലെങ്കിൽ ഉണ്ടല്ലോ, ഒന്നാമത് വീഡിയോയിൽ അല്ലാതെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം എന്താ പറയുക, നമ്മൾ ഒരു മൾട്ടി ടാസ്കിങ്ങിലേക്ക് പോകും. ഇവിടെ രാജീവ് സാർ മാത്രമാണ് വീഡിയോയിൽ പറ്റുന്ന ആളുകൾ വരാം. ചിലർക്ക് പ്രയാസമായിട്ടായിരിക്കും. ഓക്കെ, ചില ആളുകൾക്ക് ട്രാവലിങ്ങിലാവാം, പല റീസൺ ഉണ്ടാവാം. അതേ സമയത്ത് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ വീഡിയോയിൽ വന്നിരുന്നാൽ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു സെഷനിൽ ഇരിക്കുന്ന അതേ ഫീലിൽ ഇരിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീഡിയോ ഓഫ് ആണെന്നല്ലോ എന്ന് കരുതിയിട്ട് സൗണ്ട് ഓഫ് ആണെന്ന് പല മൾട്ടി ആക്ടിവിറ്റീസിലേക്ക് പോകും. അതുകൊണ്ട് പരമാവധി വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ ഇരുന്നാൽ ബെറ്റർ ഓപ്ഷൻ. താങ്ക് യു. പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വരിക, വളരെ സന്തോഷം. ദെൻ ഓക്കെ, അപ്പം ഒരു ഫ്രെയിം വർക്കിലേക്ക് നമ്മുടെ വർക്കിനെ കൊണ്ടുവരുന്ന അതിന്റെ ഒരു സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നതല്ല, സക്സസ് ആയ ആളുകൾ പ്രാക്ടീസ് ചെയ്തിട്ട് നൂറ്റാണ്ടുകളായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സക്സസ് ആക്കിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അത് എത്രത്തോളം നമുക്ക് കണക്ട് ചെയ്തിട്ട് നമ്മുടെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. ഒരൊറ്റ സുപ്രഭാതത്തിൽ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന ആരും വിശ്വസിക്കേണ്ട. നമ്മൾ ശീലിച്ചു പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്നാലും നമുക്കത് എങ്ങനെയാണ് സക്സസ് ആയ ആളുകൾ ഇത് മാനേജ് ചെയ്ത് പോകുന്നത്, മൾട്ടി ടാസ്കിംഗ് ഉള്ള ആളുകൾ, വേൾഡിൽ തന്നെ സക്സസ് ആയ ബിസിനസ് ടൈക്കൂൺസ് വരെ ഉണ്ട്. അവരൊക്കെ അവരുടെ സമയത്ത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പം നമുക്കറിയാം, എന്താ പറയാ, വെർജിൻ കമ്പനിയുടെ ഓണർ ഉണ്ടല്ലേ, വെർജിന്റെ ഒക്കെ ഓണർ, അദ്ദേഹത്തിന് ഏകദേശം 400-ന് മുകളിൽ കമ്പനികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു ദിവസം ഒരു കമ്പനിയുടെ മീറ്റിംഗ് കൂടാൻ പോലും അദ്ദേഹത്തിന് സമയമില്ല. ഒരു വർഷത്തിൽ 365 ദിവസമേ ഉള്ളൂ. 400-ലധികം കമ്പനിയിലുള്ള ഒരാൾക്ക്, അയാൾക്ക് ഒരു ദിവസം അയാളുടെ ഒരു കമ്പനിക്ക് മീറ്റിംഗ് കൊടുക്കാൻ പോലും സമയമില്ല. എന്നിട്ടും ഇതൊക്കെ അയാൾ മാനേജ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അപ്പം ആലോചിച്ച് നോക്കി എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. നമുക്കൊരു ദിവസം കൊണ്ട് നമ്മുടെ ഒരു കാര്യം പോലും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതേ സമയത്താണ് ഒരേ സമയത്ത് 400 കമ്പനികളെ മാനേജ് ചെയ്ത് പോകുന്നത്. ഓക്കെ, റിച്ചാർഡ് ബ്രാൻസൺ എന്നാണ് വ്യക്തിയുടെ പേര്. നമ്മൾ പഠിക്കേണ്ട വ്യക്തിത്വമാണ്. അയാളുടെ മൈ വെർജിനിറ്റി ഒരു പുസ്തകമൊക്കെ ഉണ്ട്, നിർബന്ധമായിട്ട് നമ്മൾ വായിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട. അയാളൊരു ഭയങ്കരമായിട്ട് വീടെടുത്തു നിന്നും കര കയറി വന്ന ഒരു കിറുക്കനായ മനുഷ്യൻ എന്നൊക്കെ പറയാൻ അയാളെ പറ്റിയിട്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അയാൾ ഫ്ലൈറ്റ് കമ്പനി തുടങ്ങിയതും പല പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഫെയിലറായും സക്സസ് ആയ ഒരാളാണ്. ഈ വെർജിൻ എന്നുള്ള ഫ്ലൈറ്റ് കമ്പനിയൊക്കെ ഉണ്ട് ഇവിടെ. വെർജിൻ ഒരു മൊബൈൽ സിം ഒക്കെ വന്നിരുന്നു കേരളത്തിൽ മുമ്പ്, അറിയുന്നവർക്ക് അറിയുന്നുണ്ട്. അതൊക്കെ കൂട്ടിപ്പോയതാണ്. അതൊക്കെ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഭാഗമായിരുന്നു. അപ്പം എങ്ങനെയാണ് അദ്ദേഹം അത് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. സക്സസ് ആയ ആളുകൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു. അപ്പം ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക്. ഇപ്പം ഡിസിഷൻസ് കൺട്രോൾ എവരിത്തിങ്. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്ത് തീരുമാനിക്കുന്നു അതാണ് നമ്മളെ കൺട്രോൾ. അതായത് പവർ നമ്മുടെ കയ്യിലാണ്. ശരിക്കും നമ്മുടെ സമയത്തെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള പവർ നമ്മുടെ കയ്യിൽ തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ മറ്റാർക്കോ വേണ്ടി നമ്മുടെ സമയത്തെ അങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ഒന്നും സ്പെൻഡ് ചെയ്യാൻ സമയം ലാസ്റ്റ് നമ്മുടെ കയ്യിൽ വരാത്തൊരവസ്ഥയിൽ നമ്മൾ പോവാണ് ചെയ്യുക. അപ്പം നമ്മുടെ കയ്യിലാണ് കൺട്രോൾ ഉള്ളത്, നമ്മുടെ കയ്യിലാണ് ഡിസിഷൻ മേക്കിംഗ് ഉള്ളത്. പക്ഷെ അവിടെ നമുക്ക് എന്തുകൊണ്ട് അത് പറ്റുന്നില്ല? ബിയണ്ട് ദ കൺട്രോൾ ആവുന്നത് എപ്പോഴാണ്? നമ്മുടെ സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോകുന്നത് എപ്പോഴാണ്? കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ എന്താ പറയാ, ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ കോമൺ ആയിട്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ഒരു ദിവസം നമുക്ക് എടുത്തു നോക്കാമല്ലോ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സമയം ഏത്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സമയം ഏത്, ഇത് നമുക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് അതിലേക്ക് പോയി നോക്കാം. ദെൻ നമ്മളൊരു മോർണിംഗിൽ എഴുന്നേൽക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യം, എല്ലാവർക്കും ആഗ്രഹമാണ് രാവിലെ എഴുന്നേൽക്കണം എന്നുള്ളത്. പക്ഷെ വളരെ റയർ ആളുകൾക്കാണ് അത് ഷാർപ്പായിട്ട് ഹാബിറ്റായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, എവിടെയാണ് അതിന്റെ ട്രാപ്പ് എന്നാണ് പറയുന്നത്. കാരണം എല്ലാവർക്കും അറിയാം,
5 AM അല്ലെങ്കിൽ 4 AM എന്നുള്ളത് ഒരു മനുഷ്യന്റെ സക്സസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കുക, ഏർലി മോർണിംഗിൽ നടത്തുന്ന ഹാബിറ്റുകൾ അയാളുടെ സക്സസ് എന്താണ് ലൈഫിൽ അയാളുടെ സക്സസ് കൊണ്ടുവരുന്നു എന്നുള്ളതും, സക്സസ് ആയ എല്ലാ ആളുകളും ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കുന്നു എന്ന് പറയുന്നതും, വേൾഡിലെ തന്നെ നമ്പർ 1 സെല്ലിംഗ് ബുക്കായ 5 AM ക്ലബ് എന്നുള്ളത് ഇതിനെ മാത്രം പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് നമ്പർ 1 സെല്ലിംഗ് ബുക്കായി മാറിയത്. 5 AM ക്ലബ്ബ്, അത് 5 മണിക്ക് എഴുന്നേറ്റുള്ള ബെനിഫിറ്റുകൾ മാത്രമാണ് അതിനകത്ത് പറയുന്നത്. അതേപോലെ ഒത്തിരി ക്ലബ്ബുകൾ 5 AM എന്ന് പറഞ്ഞിട്ട് വേൾഡിൽ തന്നെ പല രാജ്യത്തും വർക്ക് ചെയ്യുന്നുണ്ട്. 5 മണിക്ക് എഴുന്നേൽക്കുന്ന, 5 മണിക്ക് എഴുന്നേറ്റ് ഹാബിറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം അതിന്റെ സക്സസ് വളരെ വലുതാണ്. എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. പക്ഷെ നിർഭാഗ്യവശാൽ എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരു കൺസിസ്റ്റൻസിൽ ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവേ ഉള്ളൂ. എവിടെയാണ് ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാൻ ജസ്റ്റ് ഒന്നും പരിശോധിക്കും. അപ്പൊ നമ്മളൊക്കെ 5 മണിക്ക് എഴുന്നേൽക്കണമെന്ന് കരുതി എന്ത് ചെയ്യും, തലേദിവസം ഉറങ്ങുന്നതിന് മുന്നേ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യും. മെജോറിറ്റി എല്ലാവരും എന്ത് ചെയ്യും, അലാം ഓൺ ചെയ്ത് വെക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 5 മണിയാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അലാം റിങ് ചെയ്യും. അലാം റിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സാധാരണ സംഭവിക്കാറ്, സാധാരണ എന്ത് ചെയ്യും, ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാൻ പറ്റും. നമ്മൾ ചാടി എഴുന്നേക്കോ, അലാം ഓഫ് ചെയ്ത് വീണ്ടും കിടക്കോ? ഓഫ് ചെയ്യും. ഓഫ് ആണെങ്കിൽ ഓഫ് എന്ന് അടിക്കുക, എഴുന്നേക്കുന്ന ആൾ എസ് എന്ന് അടിക്കുക. അലാം ഓഫ് ചെയ്തിട്ട് 2 ഓപ്ഷനാണ് മുന്നിലുള്ളത്. ഒന്നേക്ക് സ്നൂസ് ചെയ്ത് ഓക്കെ, സ്നൂസ് ചെയ്തിട്ട് വീണ്ടും കിടക്കും. 5 മിനിറ്റ് കൂടി ഉണ്ടെന്നിട്ട് വീണ്ടും കിടക്കും. ഓക്കെ, അതല്ലെങ്കിൽ ചില ആളുകൾ ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടക്കും, ചിലർ മാത്രം എഴുന്നേൽക്കും. എവിടെയാണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവിടെയാണ് ഇതിന്റെ വിഷയം? ഓക്കെ, ഇവിടെ മനസ്സിലാവും. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ 2 മിനിറ്റ് കൂടി കഴിഞ്ഞോട്ടെ, കുറച്ചും കൂടി ഉണ്ടല്ലോ. അപ്പോൾ 4:50 അലാം സെറ്റ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. പക്ഷെ ഇത് എവിടെയാണ് നമുക്ക് എഴുന്നേക്കുന്ന കറക്റ്റായിട്ട് എഴുന്നേക്കുന്ന ആളുകൾ കറക്റ്റായിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ടാവും. അല്ലാത്ത ആളുകൾ എവിടെയാണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരിക്കലും ഇത് നമ്മുടെ ഒരു സിമ്പിൾ പ്രശ്നമായിട്ട് കാണരുത് ഇതിന്. ഇവിടെ നമ്മളെ ബ്രെയിനിന് നല്ല റോൾ ഉണ്ട്, അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. മോർണിംഗിലെ 1 അവർ എന്നുള്ളത് ഗോൾഡൻ ഹവർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു മനുഷ്യന്റെ രാവിലത്തെ ഏർലി മോർണിംഗിലെ 1 ഹവർ ആണ് അയാളുടെ ഗോൾഡൻ അവർ. അതായത് അയാളുടെ ഡിസിഷൻ മേക്കിങ്ങും ലൈഫ് എവിടേക്ക് പോകണമെന്നും ആ ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്യണം ഒക്കെ തീരുമാനിക്കുന്ന ആ ഒരൊറ്റ മണിക്കൂറാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള 1 അവർ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അയാളുടെ ആ ഒരു ദിവസം തന്നെ പ്ലാൻ ആക്കുന്നത്. അത് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്തുകൊണ്ട് അതിനകത്താണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ പോകും നമ്മുടെ ആ ഒരു ദിവസം. അതേ സമയത്ത് നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ മൈൻഡിനെ റിഫ്രഷ് ചെയ്യാനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, പുതിയ തിങ്കിങ്ങിനൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ആ ഒരു ദിവസം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം 5 മണിക്ക് നമ്മൾ എഴുന്നേക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് പറ്റാതെ വരുന്നത് നമ്മുടെ ബ്രെയിനിന് നല്ല റോൾ ഉണ്ട്. എന്താണ് ബ്രെയിൻ അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മളെ ബ്രെയിനിനെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രെയിനിന് അവിടെ നല്ല റോൾ ഉണ്ട്. ബ്രെയിനിൽ പ്രിമിറ്റീവ് ബ്രെയിൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് നമുക്ക്. അത് ജനറ്റിക്കലി പ്രോഗ്രാം ചെയ്തു വെച്ചതാണ്. ജനറ്റിക്കലി പ്രോഗ്രാം ചെയ്തു വെക്കുക എന്ന് പറഞ്ഞാൽ തലമുറകളായിട്ട് പ്രോഗ്രാം ചെയ്തു വെച്ചതാണ്. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഇപ്പം ഒരു എന്താ പറയാ, അച്ഛന്റെ അതേ സ്വഭാവമാണ് ഇപ്പോഴത്തെ കൊച്ചുമോന് എന്ന് പറയാറുണ്ട് അല്ലെ. അതിനർത്ഥം എന്താ, ഒരു തലമുറ മുമ്പുള്ള അച്ഛന്റെ സ്വഭാവം കൊച്ചുമോന് കിട്ടുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പല ക്യാരക്ടറുകൾ, പല ഷേപ്പ് കിട്ടും, അതേപോലെ തന്നെ സ്വഭാവം കിട്ടും, നിറം കിട്ടും, ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട്. അപ്പം അതിനർത്ഥം എന്താ, കറക്റ്റായിട്ട് ഈ പ്രിമിറ്റീവ് ബ്രെയിൻ എന്ന് പറയുന്നത് ജനറ്റിക്കലി പ്രോഗ്രാം ചെയ്താണ്, ജനറേഷനായിട്ട് പ്രോഗ്രാം ചെയ്ത് വരുന്ന സാധനം. അപ്പൊ നമുക്കത് കിട്ടും. അത് ഞാൻ പറയുന്നത് നമ്മളുടെ ബ്രെയിനിനകത്ത് ഇങ്ങനെ ജനറ്റിക്കലി പ്രോഗ്രാം ചെയ്ത് വെച്ച സാധനമുണ്ട്. നമ്മളുടെ മുൻഗാമികളൊക്കെ രാവിലെ കിടന്നുറങ്ങിയതാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ സ്വാഭാവികമായിട്ട് അതിനെ സ്വാധീനിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്വാധീനം അവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഹാബിറ്റുകൾ നമ്മെ നന്നായിട്ട് സ്വാധീനിക്കും. അതിനെ വേണം നമുക്ക് ഓവർകം ചെയ്യാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു ഹാബിറ്റ്സ് ഓൾറെഡി നമ്മൾ സെറ്റ് ആണെങ്കിൽ നമുക്ക് എത്ര ശ്രമിച്ചാലും നമുക്ക് നീക്കാൻ കഴിയില്ല. ഓക്കെ, അവിടെ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാന്നുള്ളതാണ്. ഈ പ്രിമിറ്റീവ് ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും ഒരു കംഫർട്ട് സോൺ ആണ്. പ്രിമിറ്റീവ് ബ്രെയിൻ നമ്മൾ എപ്പോഴും കംഫർട്ടിൽ അങ്ങനെ നിർത്തിക്കൊണ്ടാണ് ശ്രമിക്കുക. റിസ്ക് എടുക്കാൻ തീരെ തയ്യാറാവില്ല. നമ്മൾ 5 മണിക്ക് അലാം കേട്ട് എഴുന്നേക്കാൻ തയ്യാറാകുമ്പോഴും നമ്മെ അവിടെ തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞോട്ടെ, സ്നൂസ് ചെയ്യാം, അരമണിക്കൂർ കഴിയട്ടെ എന്ന് പറഞ്ഞ് അവിടെ കെടുത്തി ഉറക്കുന്നത് ഈ പ്രിമിറ്റീവ് ബ്രെയിൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മൾ എഴുന്നേക്കില്ല, അവിടെ തന്നെ വീണ്ടും കിടന്നുറങ്ങും, മടി തോന്നും, നല്ല തണുപ്പുണ്ടെങ്കിൽ പുതച്ചും കൂടി ഒന്നുകൂടി കെടുക്കാൻ തോന്നും. ഇങ്ങനെ നമ്മൾ ആ കംഫർട്ട് സോണിൽ അങ്ങനെ കെടുത്തി ഉറക്കും പ്രിമിറ്റീവ് ബ്രെയിൻ. അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഹാബിറ്റിനെ മറികടക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും സക്സസ് ആവണമെങ്കിൽ ആ ഹാബിറ്റിനെ മറികടക്കണം. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്റെ കാരണവന്മാരുണ്ടാക്കി വെച്ച ശീലമാണ് എന്റെ ബ്രെയിനിൽ, അതുകൊണ്ട് ഞാനും അങ്ങനെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങാം. പക്ഷെ എന്താ സംഭവിക്കുക, അവരെങ്ങനെ പോയി ആ വഴിയിൽ അങ്ങനെ പോകാന്നുള്ളത്, അതിനപ്പുറത്തേക്ക് നമ്മുടെ സ്വപ്നങ്ങളോ നമ്മുടെ ആഗ്രഹങ്ങളോ ഒന്നും നേടിയെടുക്കാൻ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല.
അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ബ്രെയിനിനെ പരിശീലിപ്പിക്കണമെങ്കിൽ ഇതിനെ ഓവർകം ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഇതൊരു റീസൺ പറയാം, എന്തുകൊണ്ട് നമുക്ക് എഴുന്നേക്കാൻ കഴിയില്ല എന്നുള്ള റീസൺ ആണ് പറയുന്നത്. എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് നമ്മൾ ഇവിടെ പഠിക്കുക. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രിമിറ്റീവ് ബ്രെയിനിനെ ഓവർകം ചെയ്യാൻ കഴിയുക, നമ്മെ കംഫർട്ട് സോണിൽ കെടുത്തി ഉറക്കുന്ന പ്രിമിറ്റീവ് ബ്രെയിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, ദെൻ അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം 6 to 10 സെക്കൻഡ് റൂൾ എന്ന്. ഇത് ഞാൻ പറയുന്ന സംഭവമല്ല, നമുക്കൊക്കെ എവിടെ സെർച്ച് ചെയ്താലും ചാറ്റ് സെർച്ച് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. നൂറ്റാണ്ടുകളായിട്ട് ആളുകൾ പരിശീലിച്ച് പോകുന്ന ഒരു റൂളാണിത്. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആശയം വെച്ചുകൊണ്ടുണ്ടാക്കിയ റൂളാണ്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ പ്രിമിറ്റീവ് ബ്രെയിനിനെ മറികടക്കണമെങ്കിൽ അലാം അടിച്ചു കഴിഞ്ഞാൽ, അത് ഒരു എക്സാമ്പിൾ മാത്രമാട്ടോ, കാലത്ത് എഴുന്നേക്കുക എന്നുള്ളത് എന്ത് കാര്യമാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. 6 സെക്കൻഡ് മുതൽ 10 സെക്കൻഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫസ്റ്റ് സ്റ്റെപ്പെങ്കിലും വെച്ചിരിക്കണമെന്നാണ്. മൈക്ക് ഓഫ് ചെയ്യണേ. ആരാണ് മൈക്ക് ഓൺ ചെയ്തല്ലേ? ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യാനാണോ ശ്രമിക്കുന്നത് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മെ കംഫർട്ട് സോണിലേക്ക് പ്രിമിറ്റീവ് ബ്രെയിൻ കെടുത്തി ഉറക്കുന്ന, അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ ഇരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന സമയം 6 സെക്കൻഡ് മുതൽ 10 സെക്കൻഡിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറായാൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെന്നാണ്. ഉറക്കത്തിനെ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ, അലാം ഓഫ് ചെയ്ത് അവിടെ തന്നെ കിടക്കുന്നപ്പുറത്തേക്ക് ഒന്ന് കാല് ബെഡിൽ നിന്ന് പുറത്തേക്ക് തൂക്കിയിടുക, അല്ലെങ്കിൽ പുതപ്പ് ശരീരത്തിൽ നിന്ന് മാറ്റിയിടുക, എഴുന്നേക്കാൻ വേണ്ടിയിട്ട് ഒരു ഇനീഷ്യേഷൻ, എഴുന്നേറ്റില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഇനീഷ്യേഷൻ എഴുന്നേക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് പ്രിമിറ്റീവ് ബ്രെയിനിനെ മറികടക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഉറക്കത്തിന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചു, പുസ്തകം വായിക്കണം എന്ന് തീരുമാനിച്ചു. നമ്മൾ ഇങ്ങനെ പുസ്തകം അപ്പോഴേക്കാരം കുറച്ച് കഴിയട്ടെ, ഒരു 10 മിനിറ്റ് കൂടി കഴിയട്ടെ എന്നുള്ള ഒരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് വരിക. അപ്പൊ നമ്മൾ ആ 10 മിനിറ്റ് മാറ്റി വെക്കുന്നതിന് പകരം ജസ്റ്റ് ആ പുസ്തകം ഒന്ന് കയ്യിലെടുത്തിട്ട് ഒരു പേജ് മറിക്കാനെങ്കിലും ശ്രമിച്ചാൽ പ്രിമിറ്റീവ് ബ്രെയിൻ പതുക്കെ നമ്മിൽ നിന്ന് എന്ത് ചെയ്യുക, ആ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ സമ്മതിച്ചു തുടങ്ങും. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടേതായ തെറ്റല്ല, നമ്മുടെ ബ്രെയിനകത്ത് പ്രോഗ്രാം ചെയ്തു വെച്ച് നമുക്ക് ഓവർകം ചെയ്യാൻ ശ്രമിക്കണമെങ്കിൽ ഈ ഒരു 6 to 10 സെക്കൻഡ് റൂൾ നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരണം. എന്ത് കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും മാറ്റി വെക്കണം എന്നുള്ള ചിന്ത വരുന്നുണ്ടെങ്കിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇനീഷ്യേഷൻ നമ്മൾ ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രിമിറ്റീവ് ബ്രെയിൻ പതുക്കെ എന്ത് ചെയ്യും, വഴിമാറി നമ്മൾ അതിലേക്ക് പ്രോംപ്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പം ഈ പ്രിമിറ്റീവ് ബ്രെയിനിന്റെ കംഫർട്ട് സോണിൽ പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ 6 to 10 സെക്കൻഡ് റൂൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങണം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് ഫോളോ ചെയ്യുക, ആക്ഷൻ എടുക്കുക. 6 സെക്കൻഡ് മുതൽ 10 സെക്കൻഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യാനാണോ തീരുമാനിച്ചത്, രാവിലെ എഴുന്നേക്കാൻ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ്, അത് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്. നമ്മൾ വീണ്ടും പുതച്ചു മൂടി കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആക്ഷൻ എഴുന്നേക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടുന്ന് പതുക്കെ എന്ത് ചെയ്തോളും. നമ്മൾ തന്നെ പറയാറില്ലേ പലപ്പോഴും, അതാ എഴുന്നേറ്റാ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആ ഫീൽ ഇല്ലാന്ന്, അല്ലെ? യെസ് ഓർ നോ? എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു ഫീൽ ഉണ്ടാവും. ജസ്റ്റ് അവിടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ഒന്ന് എഴുന്നേറ്റിരുന്നാൽ, അല്ലെങ്കിൽ ഒന്ന് ലൈറ്റ് ഇട്ടാൽ നമ്മൾ ആ മൂഡ് പോയില്ല, ഉറങ്ങണം എന്നല്ലേ? ശരിയാണോ? നിങ്ങൾ എന്താ ഫീൽ ചെയ്യുന്നത്? യെസ് ഓർ നോ? ഒന്ന് കമന്റ് ബോക്സിൽ പറയൂ. നമ്മൾ എഴുന്നേക്കണം എന്നൊക്കെ വിചാരിച്ചു, ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഉറക്കത്തിന്റെ എല്ലാം മൂടും പോയി, പിന്നെ നമ്മൾ എന്തായി, നോർമൽ എഴുന്നേറ്റ ആളായി പറയാം. അപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത്, ആ പ്രിമിറ്റീവ് ബ്രെയിനിന്റെ തോട്ട്സ് മാറ്റി കൊടുക്കുകയാണ്. അവിടെ അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ കംഫർട്ട് സോണിൽ ഇരുത്താൻ നോക്കിയ പ്രിമിറ്റീവ് ബ്രെയിൻ നമ്മൾ എന്ത് ചെയ്തു, ചിന്ത മാറ്റി. സ്വാഭാവികമായിട്ട് നമ്മളെ മൈൻഡ് എന്തിലേക്ക് വന്നു, ഉറങ്ങണം എന്നുള്ള മൈൻഡിൽ നിന്ന് അടുത്ത മൈൻഡിലേക്ക് വന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്, അത് മനസ്സിലാക്കുക. ഓക്കെ, യെസ്, എല്ലാവർക്കും അതേ അനുഭവമാണല്ലോ, എല്ലാവരും യെസ് ആണ് അടിച്ച്. അപ്പം ഇത് എന്തിനെ കണക്ട് ചെയ്യാം, നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അത് ഇന്ന് വേണ്ട നാളെ മതി എന്നുള്ള ഒരു മാറ്റിവെക്കലില്ല. എത്ര പേർക്ക് ആ സ്വഭാവം ഉണ്ട്? പ്രോസ്കാസ്റ്റിനേഷൻ എന്നാണ് നമ്മൾ അതിനെ പറയാം, മാറ്റി വെക്കുക അല്ലെങ്കിൽ നാളത്തേക്ക് നീട്ടി വെക്കുക എന്നുള്ളത്. യെസ് യെസ്, ഷാനാസ് യെസ്. ഓക്കെ, വേറെ ആർക്കൊക്കെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോന്ന് ചാറ്റിൽ വരും. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച് നാളത്തേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവം. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് പഠിക്കുക, ഇപ്പൊ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഈ മാറ്റി വെക്കുക എന്നുള്ളത് സംഭവിക്കുന്നത് ശരിക്കും എന്താണ്, ഈ പറയുന്ന നോ എന്നാരാ പറഞ്ഞിട്ടുണ്ട്? ഓക്കെ, ഷബ്ന ജാഫർ, വെരി ഗുഡ്. ഒരാള് മാറ്റിവെക്കുക ചെയ്യുന്നത് നല്ലൊരു ക്വാളിറ്റിയാണ്, അതിന് റിയലി അപ്രീസിയേറ്റ് ചെയ്യുന്നു. മാറ്റിവെക്കുക എന്നുള്ളത് എല്ലാവരിലും നമ്മുടെ സക്സസിനെ ബാധിക്കുന്ന വല്ലാത്തൊരു ഘടകമാണ്. യെസ്, രാജീവ് സാറിന്റെ മാറ്റിവെക്കാറില്ല, വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ നോ ആണ് ബട്ട് കണ്ടിന്യൂ അല്ല, വെരി ഗുഡ്. ഓക്കെ, വിജയ് സാർ ഇടക്ക് ചെയ്യും, ഇടക്ക് മാറ്റിവെക്കും. അപ്പൊ ഇവിടെ ഇതാണ്, നമ്മളെ കംഫർട്ട് സോണിൽ ഇരുത്താൻ വേണ്ടി ബ്രെയിൻ ശ്രമിക്കുന്നു.
നമ്മൾ അതിന് കീഴടങ്ങുന്നു. ഒരിക്കലും ചെയ്യരുത്. എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇടയ്ക്ക് ചെയ്യില്ല ഷഹനാസ്. ഒക്കെ നിർബന്ധമായിട്ടും അത് ഇടയ്ക്ക് എന്നുള്ളത് മാറ്റിയിട്ട് കണ്ടിന്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങോട്ട് വെക്കുക. ഇപ്പൊ സ്വാഭാവികമായിട്ട് നേരത്തെ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രിമിറ്റീവ് ബ്രെയിൻ മാറി എന്തിലേക്ക് വരും, നമ്മുടെ ആക്ച്വൽ ബ്രെയിനിലേക്ക് വരാൻ വേണ്ടി. അപ്പൊ ചെയ്യാനുള്ളത് മാറ്റിവെക്കാൻ തോന്നുന്ന സമയത്ത് ആക്ഷൻ എടുത്ത് തുടങ്ങാം. കംപ്ലീറ്റ് ആയിട്ട് ചെയ്യേണ്ട, ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും അതിനു വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിലെ ചിന്ത മാറും. ആ ചിന്ത മാറിയാൽ പിന്നെ നമ്മൾ ആ മടി മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ചെയ്ത് അങ്ങോട്ട് തുടങ്ങും. ഇത് നിങ്ങൾ റിയൽ ആയിട്ട് ചിന്തിച്ചാൽ എല്ലാവർക്കും ഉള്ള അനുഭവമായിരിക്കും ഇത്. എല്ലാവർക്കും ഈ സംഭവം ഉണ്ടാവും. ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ആ ടെൻഷനാണ് പോയിട്ട്, അല്ലെങ്കിൽ ആ ഒരു മടിയാണ് പോയിട്ട് നമ്മൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. തുടങ്ങാനുള്ള ഒരു മടി ഉണ്ടാവുള്ളൂ. അതിപ്പം കിച്ചണിലേക്ക് പോകണം നിങ്ങൾ ആലോചിച്ച് അങ്ങനെ ഇരിക്കും, പോവില്ല. കുറെ കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റ് പോവുക. ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ മതി. എന്തെങ്കിലും പുസ്തകം വായിക്കണ അങ്ങനെ ഇരിക്കും, പക്ഷെ വായിച്ചാണ് തുടങ്ങിയാൽ പിന്നെ വായിച്ച് അങ്ങനെ പോകും. അപ്പം അത് കറക്റ്റായിട്ട് നമ്മൾ ഈ 6 to 10 സെക്കൻഡ് റൂളിൽ വന്നിട്ട് ആ ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ 6 സെക്കൻഡിനകത്ത് ആക്ഷൻ എടുക്കുക. ഇന്നത് ചെയ്യണം എന്ന് ചിന്ത വന്നു കഴിഞ്ഞാൽ 6 സെക്കൻഡിനകത്ത് അതിലേക്ക് വേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചാൽ പ്രിമിറ്റീവ് ബ്രെയിനിന്റെ ചിന്ത മാറ്റിയിട്ട് നമ്മുടെ റൂട്ടിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യം. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് വരിക. 6 to 10 സെക്കൻഡ് റൂൾ എന്നുള്ളത് മൈൻഡിൽ വെക്കുക. രാവിലെ മുതൽ ഓരോ ആക്ടിവിറ്റീസ് മനസ്സിലേക്ക് വരുമ്പോഴും അതിനടുത്തൊരു തിങ്കിങ് ഇത് കൊടുക്കാതെ എന്ത് ചെയ്യുക, ഫസ്റ്റ് ആക്ഷൻ അങ്ങോട്ട് എടുത്തു വെക്കുക. സ്വാഭാവികമായിട്ടും അന്ന് തന്നെ ആ വർക്ക് നമുക്ക് തീർക്കാൻ കഴിയും. പ്രോസ്ക്രാസ്റ്റിനേഷൻ എന്നുള്ള ആ ഒരു സ്വഭാവം പതുക്കെ പതുക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹാബിറ്റുകളിൽ നിന്ന് മാറ്റാൻ നമുക്ക് കഴിയും. അപ്പൊ എല്ലാവരും അതിലേക്ക് ആക്ഷൻ എടുത്തു തുടങ്ങുക. 6 to 10 സെക്കൻഡ് റൂൾ ഇന്ന് മുതൽ, കേട്ടത് മുതൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ദെൻ നെക്സ്റ്റ് വൺ, ഷെഡ്യൂൾ ആണ് പ്രധാനം, ടൈം അല്ല. ടൈമിന്റെ വഴിക്ക് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ടൈം രാവിലെ മുതൽ വൈകുന്നേരം വരെയും രാവിലെ വരെയും ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ക്ലോക്കിൽ സെക്കൻഡ് സൂചി ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതേ സമയത്ത് ഷെഡ്യൂൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടേതായ റൂട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഷെഡ്യൂളിനെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്കൊരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് എന്ത് പറയാ, ഷെഡ്യൂൾ ചെയ്യുക എന്നാണ് പറയാ. ഓക്കെ, അപ്പം ഈ ഷെഡ്യൂളിനെ നമുക്ക് ചെയ്ത് കഴിയാം. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അർജന്റ് ആയിട്ട് അത് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 10 മിനിറ്റ് കൊണ്ട് അത് ചെയ്യും. അതേ സമയത്ത് നമ്മൾ ഒരാളോട് കാര്യം പറയാണ്, 10 മിനിറ്റ് കൊണ്ട് ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ അയാൾ 10 മിനിറ്റ് കൊണ്ട് ചെയ്തു തന്നു. അതേ കാര്യം തന്നെ മറ്റൊരാൾ പറഞ്ഞു അത്യാവശ്യമില്ല 1 മണിക്കൂറിനകത്ത് കിട്ടിയാൽ മതി പറഞ്ഞാൽ അയാൾ 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് കൊണ്ടുവന്നരോ, ആ 1 മണിക്കൂർ കഴിയാൻ നേരത്ത് കൊണ്ടുവന്നരോ, എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക, ഫസ്റ്റ് 10 മിനിറ്റിൽ കൊണ്ടുവരുമോ ആ വർക്ക് 1 മണിക്കൂറിനകത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ആ കേട്ട ആള് ആദ്യത്തെ 10 മിനിറ്റിൽ അത് ചെയ്തിട്ട് നമുക്ക് കയ്യിൽ കൊണ്ടുവരുമോ? ഒരിക്കലും ഇല്ലല്ലോ. ലാസ്റ്റ് ആ 10 മിനിറ്റിലേക്ക് അത് ലാസ്റ്റ് ആ 1 മണിക്കൂറിന്റെ 10 മിനിറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ആ 1 മണിക്കൂർ അവസാനിക്കാൻ നേരത്താണ് അത് കൊണ്ടുവരുക. ഈ ഒരു ദിവസം കൊടുത്താലോ, ആ ഒരു ദിവസം അവസാനിക്കുന്ന സമയപ്പോഴാണോ ആ സമയത്ത് കൊണ്ടുവരും. അതിനർത്ഥം എന്താ, നമ്മൾ എങ്ങനെയാണോ അതിന് പ്രയോറിറ്റി കൊടുക്കുക അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ വർക്കിനെ നമ്മൾ അങ്ങനെ മാറ്റി വെക്കും. നമുക്ക് തന്നെ നമ്മുടെ ക്യാരക്ടർ എടുത്ത് നോക്കൂ, നമുക്കൊരു കാര്യം ചെയ്യാൻ 10 മിനിറ്റ് മതി, പക്ഷെ അത് അർജൻസി ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അതിങ്ങനെ മാറ്റി 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 ആ അർജൻസിയുടെ ടൈം എപ്പോഴാണോ അവിടേക്ക് കൊണ്ടുപോകും, എന്നിട്ട് അപ്പം അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതല്ലാതെ നേരത്തെ ഇപ്പം എക്സാം ആണെങ്കിൽ എടുത്തു നോക്കുക, കുട്ടികൾ പഠിക്കാണ്ട് പറഞ്ഞ് പരീക്ഷയുടെ തലേ ദിവസത്തിലേക്കാണ്ട് എത്തിക്കും, എന്നിട്ട് അപ്പം കിടന്നിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ കൂടി തലകുത്തി മറിഞ്ഞ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. എല്ലാവരും നമ്മളുടെയൊക്കെ കാര്യം അങ്ങനെ തന്നെയല്ലേ. നമ്മളത് ചെയ്യേണ്ടത് നേരത്തെ ചെയ്തു വെച്ചാൽ നമുക്കത് ചെയ്ത് ഫ്രീ ആയി മനസ്സിന് ഹാപ്പിനെസ് കൊടുക്കും. പക്ഷെ നമ്മളത് ചെയ്യില്ല, നമ്മളതിനിങ്ങനെ കൊണ്ടുപോകും. ഓക്കെ, ആ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ എത്തുന്ന വരെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ വലിച്ചു നീട്ടി അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഡു ഓർ ഡൈ എന്നുള്ള സിറ്റുവേഷനിൽ വന്നാൽ ഇനി ചെയ്തല്ലേ നിവൃത്തിയുള്ളൂ എന്നുള്ള അവസ്ഥയ്ക്ക് വന്നാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, അത് ചെയ്യും. അതുവരെ നമ്മൾ അതിനെ വലിച്ചു നീട്ടി കൊണ്ടുപോവാണ് ചെയ്യാൻ. ഓക്കെ, അപ്പം ഷെഡ്യൂളുകൾ കറക്റ്റ് ആക്കുക. ഈ ഡു ഓർ ഡൈയിലേക്ക് പോകാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സമയത്തിന് ചെയ്യാൻ പറ്റണം. എങ്ങനെയാണ് ആ ഷെഡ്യൂളിനെ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ടൈം ബ്ലോക്കിംഗ് എന്നുള്ളതാണ്. ടൈം ബ്ലോക്കിംഗ് ഇത് നമ്മൾ ശീലിക്കാൻ എളുപ്പമല്ല കേട്ടോ. ഇത് കേൾക്കാൻ വളരെ എളുപ്പമായിരിക്കും, പക്ഷെ പ്രാക്ടിക്കലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടല്ല. പക്ഷെ ഇത് പഠിച്ച് നമ്മൾ പ്രാക്ടിക്കലാക്കി കഴിഞ്ഞാൽ നമ്മുടെ സമയത്ത് ശരിയായ രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഒരു ദിവസം ചെയ്യാൻ തീരുമാനിച്ചു വെച്ച മുഴുവൻ കാര്യങ്ങളും ചെയ്യാനും ഒന്നുപോലും വിട്ടുപോകാതെ മറക്കാതെ ചെയ്യാനും കഴിയുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
ടൈം ബ്ലോക്കിംഗ് എന്നുള്ളത്. ആരും റെഡി? എല്ലാവരും റെഡിയാണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഈ ടൈം ബ്ലോക്കിംഗ് പഠിക്കാൻ എല്ലാവരും ഓക്കെ ആണോ? ഒന്ന് യെസ് അടിക്കൂ, നോക്കട്ടെ എത്ര പേര് യെസ്. റെഡി വിജയ് സാർ. ആരൊക്കെയുണ്ട്? ഏകദേശം ഒരു 25ഓളം ആളുകളുണ്ട്. എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ആക്റ്റീവ് ആയിട്ടിരുന്നു. ഏതായാലും വോയിസിൽ ആരും വരുന്നില്ല, വീഡിയോയിൽ വളരെ 1-2 ആളുകളേ ഉള്ളൂ. യെസ് യെസ് യെസ്, റെഡി. ഓക്കെ, താങ്ക് യു. ഉറപ്പായിട്ടും ലൈഫിൽ നന്നായിട്ട് മാറ്റം വരുത്താൻ പറ്റുന്ന സാധനമായിട്ടാണ് പറയാൻ പോകുന്നത്. ഇംപ്ലിമെന്റ് ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ, ഒറ്റയടിക്ക് നാളെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാനൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷെ പതുക്കെ പതുക്കെ ഇതിനെ ട്രാക്കിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ സമയത്ത് ഉപയോഗിക്കാനും ഒരു കാര്യം പോലും വിട്ടുപോകാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? നമ്മുടെ ഓരോ ദിവസവും മാനേജ് ചെയ്യാനും കഴിയും. ഓക്കെ, അപ്പം ഒരു മിനിറ്റ് ചാർജ് ചെയ്തു. യെസ്, എന്താണ് ടൈം ബ്ലോക്കിംഗ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയാൻ ഇത്രയേ ഉള്ളൂ. ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഡേയിലെ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? കറക്റ്റ് ആയിട്ട് ഒരു ദിവസത്തെ സമയത്തിലേക്ക് നമ്മൾ ടൈമിനെ ബ്ലോക്ക് ചെയ്യാണ്. ദാറ്റ് മീൻസ് രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ ഉറങ്ങുന്ന സമയം വരെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താന്നുള്ളത് ലിസ്റ്റ് ചെയ്തുകൊണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ട സമയത്തെ എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ടൈം ബ്ലോക്കിംഗ്. എങ്ങനെയാണത് പ്രാക്ടിക്കൽ ആക്കുക? എക്സാമ്പിൾ പറയാം. നമുക്കൊരു ഫോർ എക്സാമ്പിൾ 5 കാര്യങ്ങളാണ് ഒരു ദിവസം ചെയ്യാനുള്ളത് എന്ന് ചിന്തിച്ചോളൂ. 5 കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ആ 5 കാര്യത്തിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് 9 മണി മുതൽ 10 മണി വരെ എ എന്നുള്ള ടാസ്ക് ചെയ്യും. നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇത് ചെയ്യേണ്ടത് നമ്മൾ കറക്റ്റ് ആദ്യം എഴുതി തയ്യാറാക്കണം. ഓക്കെ, ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി 9 മുതൽ 10 വരെ ഞാൻ 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ, അരമണിക്കൂർ, ഡോണ്ട് വറി. എങ്ങനെയാണോ ടൈം അതിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ടൈം കൊടുക്കുക. ടാസ്ക് എ ഞാൻ ചെയ്യും. ഓക്കെ, ദെൻ 10 മുതൽ 11 വരെ ടാസ്ക് ബി ചെയ്യും. 11 മുതൽ 11:30 വരെ ടാസ്ക് സി ചെയ്യും. ഇങ്ങനെ ചെയ്യാനുള്ള വർക്കുകളെ കറക്റ്റായിട്ട് ടൈം ബ്ലോക്കുകളാക്കി തിരിക്കുന്നതിനാണ് ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. ചെയ്യാനുള്ള വർക്കുകളെ ടൈം ബ്ലോക്കുകളാക്കി തിരിക്കാം. അപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ ആദ്യം എന്ത് വന്നു? ചെയ്യാനുള്ള വർക്കുകൾ മൊത്തം ലിസ്റ്റ് ചെയ്തു. നമ്മൾ ഒന്നാമത് ഒരു കാര്യം മറക്കാതെ നമ്മൾ ലിസ്റ്റ് ചെയ്ത സിസ്റ്റത്തിലേക്ക് വന്നു. രണ്ടാമത്തെ കാര്യം 10:11 എഴുതി വെച്ച വർക്ക് ആ സമയത്ത് തന്നെ ചെയ്യണം. അവിടെ വേറെ ഒന്നിനെ റീപ്ലേസ് ചെയ്തിട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ നാളെ എനിക്ക് ചെയ്യാനുള്ള വർക്ക് ഞാൻ 10:11 ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ അത് നടത്തണം. ഇപ്പം നമുക്ക് എത്ര പേര് കറക്റ്റായിട്ട് ഒരു ദിവസത്തെ വർക്കുകൾ ഷെഡ്യൂൾ ആക്കിയിട്ട് കറക്റ്റ് ചെയ്തു പോകുന്ന ആളുകളുണ്ട്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്, എസ് എന്ന് ചെയ്യും. അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാനുള്ള വർക്കുകൾ കറക്റ്റ് ചെയ്തിട്ട് അതത് ടൈമിൽ തന്നെ കറക്റ്റ് ചെയ്തു പോകുന്ന അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യാണോ ചെയ്യാറ്? കറക്റ്റ് ഒരു സമയം വെച്ചിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ടൈം ബ്ലോക്ക് ചെയ്തിട്ട്? യെസ്, അങ്ങനെ ആരുമില്ല. ആരും ചാറ്റ് ബോക്സിൽ കാണുന്നില്ല. യെസ് 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 യെസ്, ഓക്കെ. യെസ്, 80% ചെയ്യും. വെരി ഗുഡ്. ഓക്കെ, ഗുഡ്. നോ, യെസ്, ചെയ്യുന്നവരും ചെയ്യാത്തവരുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ദെൻ അപ്പോൾ ഈ ടൈം ബ്ലോക്കിംഗ് എന്നുള്ളത് അതിന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തലേ ദിവസം ഉറങ്ങുന്നതിന്റെ മുമ്പാണ് ആദ്യം നമ്മൾ ഇതിന്റെ പണി തുടങ്ങേണ്ടത്. ഉറങ്ങാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പ് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് നാളെ ചെയ്യാനുള്ള വർക്കുകൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ലിസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ റിപ്പീറ്റഡ് വർക്ക് ആയിരിക്കും. ആയിക്കോട്ടെ, രാവിലെ എഴുന്നേറ്റത് മുതൽ ഓഫീസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓഫീസിൽ പോകുന്നത്, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്ക് പറ്റുന്ന വലിയൊരു തെറ്റെന്ന് വെച്ചാൽ വീട്ടിലെ പണികളും ബിസിനസ്സും ഒരേപോലെ ക്ലബ് ചെയ്ത് കൊണ്ടുപോകും. അതിന് എന്തായാലും മോചനം വേണം. 10 മണിയാകുമ്പോഴേക്കും വർക്കൊക്കെ തീർത്തിട്ട് ബിസിനസ്സിലേക്ക് വേണ്ടി മാറിയിരിക്കാൻ പറ്റും. ഇത് വീട്ടിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ എന്താ ചെയ്യുന്നത്? വീടിന്റെ വർക്കിന്റെ ഇടയിൽ കൂടെ ഇതും മാനേജ് ചെയ്യും. ഒരിക്കലും ബിസിനസ്സിന് നിങ്ങൾക്ക് സമയം കൊടുക്കാൻ കഴിയില്ല. വീട്ടിലെ വർക്കുകൾ ഇങ്ങനെ ഡേ ടു ഡേ വർക്ക് ഇങ്ങനെ പോകും, അതിൻ്റെ ഇടയ്ക്ക് ഫോൺ വരും, അതെടുക്കും. ഇങ്ങനെ നമ്മളൊരു ഷെഡ്യൂൾ ഇല്ലാതെ പോവാ ചെയ്യാം. ബിസിനസ് ആകുമ്പോൾ വീട്ടിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും 10 മണിയാണ് ഓഫീസ് ടൈമെങ്കിൽ 10 മണിക്ക് വീട്ടിലെ വർക്കുകളൊക്കെ തീർത്തിട്ട് ബിസിനസ്സിന് വേണ്ടി മാറിയിരിക്കാൻ തയ്യാറാകുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പം ടൈം ബ്ലോക്കിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് തലേ ദിവസം നാളത്തെ കാര്യം പറയാം. നാളെയാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇന്ന് ഉറങ്ങുന്നതിന്റെ മുമ്പ് കറക്റ്റായിട്ട് നമ്മുടെ ഡയറി എടുത്തിട്ട് ആ ഡയറിക്കകത്ത് നാളത്തെ വർക്കുകളെ മൊത്തം ലിസ്റ്റ് ചെയ്യണം. സാധാരണ ചെയ്യുന്ന മോർണിംഗ് റൂട്ടീൻസിന് അതിന് കൊടുക്കേണ്ട സമയം 5 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾ 5 to 5:30 ഇന്നതാണ്, 5:30 to 6 ഇന്നതാണ്, 6 to 7 ഇന്നതാണ്, 7 to 8 ഇന്നതാണ്, 8 to 9 ഇന്നതാണ്. ഇങ്ങനെ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയത്തെ ടൈം ബ്ലോക്കുകളാക്കി തിരിക്കുക. ഓക്കെ,
കറക്റ്റായിട്ട് ടൈം ബ്ലോക്ക് ചെയ്യാനുള്ള വർക്കുകൾ, ആർക്കെങ്കിലും കോൾ ചെയ്യാണ്ടെങ്കിൽ അത്, ഈവൻ സോഷ്യൽ മീഡിയക്ക് കൊടുക്കേണ്ട സമയം വരെ നമ്മൾ സോഷ്യൽ മീഡിയ ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽസ് കാണാനോ 15 മിനിറ്റാണ് കൊടുക്കുന്നതെങ്കിൽ കാലത്ത് ഇത്ര വർക്കുകളൊക്കെ കഴിഞ്ഞ് 9 to 9:15 കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതൊക്കെ കഴിഞ്ഞാൽ 9:30 മുതൽ 9:30 മുതൽ 9:45 വരെ സോഷ്യൽ മീഡിയ ടൈം. അത് അവിടെ കറക്റ്റ് ആ ടൈം ബ്ലോക്കിനകത്ത് അത് കഴിഞ്ഞോളും. പിന്നെ അതിലേക്ക് പോകാൻ പാടില്ല. പിന്നെ 9:45 മുതൽ എന്താണോ അടുത്ത വർക്ക് വെച്ചാൽ അതിലേക്ക് പോവാം. പിന്നെ സോഷ്യൽ മീഡിയ ടൈം ഉച്ചക്ക് 1:30 to 1:45 ആണെങ്കിൽ അത് 1:30 മുതൽ 1:45 വരെ സോഷ്യൽ മീഡിയ ടൈം. അങ്ങനെ അവിടെ ടൈം കൊടുക്കുക. അതേപോലെ ഫാമിലിക്കുള്ള സമയം വേറെ, എന്റർടൈൻമെന്റിനുള്ള സമയം വേറെ. ഇങ്ങനെ ആ സമയത്ത് കറക്റ്റ് ആയിട്ട് മക്കളോടത്തുള്ള സ്പെൻഡ് ചെയ്യാനുള്ള സമയത്തിൽ എത്ര വെച്ചാൽ അത് ആ സമയം കൊടുക്കുക. ഇങ്ങനെ രാവിലെ മുതൽ അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള സമയത്ത് ടൈം ബ്ലോക്കുകളാക്കി തിരിച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് എഴുതുക. അപ്പം ചിലപ്പോൾ നമുക്ക് ഇത് നടക്കോ എന്നുള്ളത് ചിന്തിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സക്സസ് ആയ ആളുകളെ പറ്റി പഠിക്കുന്ന സമയത്ത് ഈവൻ എക്സാമ്പിൾ ഇപ്പം എലോൺ മസ്കിനെ എല്ലാവർക്കും അറിയാലോ. എലോൺ മസ്കിനെ പറയാം. എലോൺ മസ്കിന്റെ ടൈം ബ്ലോക്കിൽ 5 മിനിറ്റ് വരെ ടൈം ബ്ലോക്ക് ഉണ്ടെന്നാണ്. അതായത് 5 മിനിറ്റ്സിന് വരെ ടൈം ബ്ലോക്ക് ഉണ്ട്. ആലോചിച്ച് നോക്കുക, നമ്മളുടെ 5 മിനിറ്റിന് എന്ത് ടൈം ബ്ലോക്കാണ്? നമ്മളൊരു കോള് വന്നു കഴിഞ്ഞാൽ, ഒരു ടെലിഫോൺ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വർക്കിലായിരിക്കും, അതിനിടയ്ക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇന്ന കാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കും ഒരു ടെലിഫോൺ വരിക. ആ ഒരു കോളിൽ നമ്മൾ എത്ര സമയം കളയും? 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, അരമണിക്കൂർ അങ്ങനെ പോകും അല്ലേ? ഒരു ചാറ്റ് തുടങ്ങി വെച്ചാൽ അങ്ങനെ പോകും. ഒരു റീൽസ് കണ്ടു തുടങ്ങിയാൽ അങ്ങനെ പോകും. അതേസമയത്ത് സക്സസ് ആയ ആളുകൾക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇന്ന് വേൾഡിലുള്ളത് എലോൺ മസ്കാണ് ജീവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ടൈം ബ്ലോക്കിനകത്ത് 5 മിനിറ്റിന് വരെ ടൈം ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ്. 5 മിനിറ്റിന് വരെ. ഓക്കെ. അതേപോലെ നിക് വ്യൂജിക് എന്നുള്ളൊരു ട്രെയിനർ ഉണ്ട്. 2 കൈയും 2 കാലും ഇല്ലാത്ത ആള്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഒരു പക്ഷേ. അദ്ദേഹത്തിന്റെ ടൈം ബ്ലോക്കുകൾക്ക് ലക്ഷങ്ങളാണ് ഓരോ മിനിറ്റുകൾക്ക് അദ്ദേഹത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ടൈമിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. ഇതേപോലെ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സാധാരണ സൊസൈറ്റി ജീവിച്ചു പോകുന്ന ആ പോക്കിൽ ഇങ്ങനെ നമ്മളും അതിലൊരു ഓളത്തിൽ ഇങ്ങനെ പോവുകയാണ് എല്ലാവരും. ആ ഓളത്തിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എല്ലാവരും ചെയ്യുന്നത് വ്യത്യസ്തമാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ടൈം ബ്ലോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പകുതി നമ്മൾ സക്സസ് ആവും. ഒരു സംശയമില്ല. കാരണം അവൈലബിൾ ആയ സമയത്ത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുമ്പോഴാണത് നമ്മൾ സക്സസ് ആവുന്നത്. അപ്പം നമ്മുടെ ഫാമിലി ടൈം, വീട്ടിലെ വർക്കുകൾ, ഇതിനൊക്കെ കൊടുത്ത സമയം കഴിഞ്ഞാൽ ബാക്കി ഉള്ള സമയം, ബിസിനസ്സിന് കൊടുക്കുന്ന സമയം അത് അങ്ങനെ തന്നെ എഴുതി വെക്കണം. രാവിലെ 10 മുതൽ ഇത്ര മണി വരെ എൻ്റെ ബിസിനസ്സിനാണെങ്കിൽ അത് ബിസിനസ്സിനുള്ള സമയമാണ്. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ 10 മുതൽ 11 വരെ എന്ത്, 11 മുതൽ 12 വരെ എന്ത്, സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ട്, ബിസിനസിന്റെ സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ട് അവിടെ റീൽസ് ഉണ്ടാക്കാൻ, സ്റ്റാറ്റസ് വെക്കാൻ, സ്റ്റോറി വെക്കാൻ, ഷെയർ ചെയ്യാൻ, ഇതിനൊക്കെയുള്ള സമയങ്ങൾ വേറെ തന്നെ എഴുതി വെക്കണം. അതേസമയം നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം എഴുതി വെക്കണം. ഭാഷ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം എഴുതി വെക്കണം. പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം. അപ്പം പുസ്തകം വായിക്കാനുള്ള സമയം നമ്മൾ എഴുതി വെച്ചത് വൈകിട്ട് 7 to 7:30 ആണെങ്കിൽ ആ സമയത്ത് അത് തന്നെ നടക്കണം. അപ്പൊ അവിടെ പിടിച്ച് വേറെ ഒന്നും കൊണ്ടു നോക്കാൻ പാടില്ല. എന്ത് റിസ്ക് എടുത്തു ആ സമയത്ത് അത് നടത്താൻ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് ഒറ്റയടിക്ക് കൊണ്ട് ഇംപ്ലിമെന്റ് ആയി. പക്ഷെ നമ്മൾ ബോധറാണെങ്കിൽ, നമ്മൾ അതിനെ പറ്റിയിട്ട് മൈൻഡ് കൊണ്ട് ബോധറാണെങ്കിൽ, ബ്രെയിൻ ഈ ഒരു പ്രിമിറ്റീവ് നിന്ന് മാറിയിട്ട് നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ടൈം ബോക്സിങ്ങിൽ തലേ ദിവസം തന്നെ എന്ത് ചെയ്യുക, നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഴുതി വെച്ചത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ടൈം അടുത്ത ദിവസം നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. മാക്സിമം അതിലൂടെ ഒരു 50% നമ്മൾ അതിനെ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവും. 50% അതിൽ ആരും നെഗറ്റീവിലേക്ക് പോകണ്ട, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത്. 10% പറ്റിയാൽ ആ 10% നമ്മൾ എന്ത് ചെയ്യുക, ഹാപ്പി ആവുക. തൊട്ടടുത്ത ദിവസം അത് 15% ആക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ ഈ പണി എന്നും നടക്കണം. ഏത്? ഉറങ്ങുന്നതിന് മുമ്പ് ടൈം ബ്ലോക്കുകൾ സെറ്റ് ചെയ്യുക. അടുത്ത ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് ഇന്നത്തെ ടൈം ബ്ലോക്കിൽ എന്തൊക്കെ നടന്നു നടന്നില്ല എന്നുള്ളത് ടിക്ക് ഇടുക. അടുത്ത ദിവസത്തേക്കുള്ള ടൈം ബ്ലോക്ക് വീണ്ടും സെറ്റ് ചെയ്യുക. അപ്പം ഒരു ദിവസം ടൈം ബ്ലോക്ക് സെറ്റ് ചെയ്തു, അത് എത്രത്തോളം നടന്നു എന്നുള്ള അടുത്ത ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് റിവ്യൂ ചെയ്യണം. റിവ്യൂ മസ്റ്റ് ആണ്. റിവ്യൂ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മെ വാല്യൂ ചെയ്യാൻ പറ്റില്ല. ആ റിവ്യൂ നടത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ടൈം ബ്ലോക്കുകൾ നടന്നോ ഇല്ലേ എന്നുള്ളത് സെറ്റ് ആക്കണം. നടക്കാത്ത കാര്യങ്ങൾ എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളത് നോട്ട് ചെയ്യണം. അടുത്ത ദിവസത്തേക്കുള്ള ടൈം ബ്ലോക്ക് വീണ്ടും എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ആരൊക്കെ കോൾ ചെയ്യാനോ, കോൾ ചെയ്യുന്നതിനൊക്കെ ടൈം ബ്ലോക്കിൽ ഇടണം കേട്ടോ. ഒരാളെ വിളിക്കാനുണ്ടെങ്കിൽ ടൈം ബ്ലോക്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ആണെങ്കിൽ ആ 2 മിനിറ്റ് എന്ത് സംസാരിക്കണം പ്രിപ്പയർഡ് ആയി വിളിച്ചു കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കോൾ തീർക്കാൻ പറ്റും. 2 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും. അതേ സമയത്ത് നമുക്കൊരു പ്ലാൻ ഇല്ലെങ്കിലോ, പറയും
പിന്നെന്താ ആ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടി നമ്മൾ അതിനെ കൊണ്ടുപോകും. അവിടെ നമ്മുടെ സമയത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം കറക്റ്റ് ആയിട്ട് ഒരാളെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കോളും കൊണ്ട് വരുമ്പോഴോ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് നമുക്ക് പറഞ്ഞ് ആ സമയത്ത് കോള് കട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളൊരു ഷെഡ്യൂൾഡ് വർക്ക് ടൈം ബ്ലോക്കിനകത്ത് ചെയ്യുമ്പോൾ ഒരു കോള് വരുന്നു, നമുക്കറിയാം അതൊരു അൺവാണ്ടഡ് ആണ്, വെറുതെ എന്തൊക്കെ പറയാനാ വരുന്നത് വെച്ചാൽ തൽക്കാലം അത് എടുക്കാതിരിക്കാം. നമ്മൾ എന്റർടൈൻമെന്റ് വെച്ച സമയത്ത് എന്ത് ചെയ്യാം, ആ കോള് തിരിച്ചു വിളിക്കാം. ഇതൊക്കെ നമ്മുടെ ഷെഡ്യൂളാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇതിനകത്ത് വേറെ ആർക്കും ഒരു റോളും ഇല്ല. കംപ്ലീറ്റ് റോള് നമുക്കാണ്. എന്റെ മൈൻഡ്, എന്റെ സമയം, ഞാൻ എന്ത് തീരുമാനിക്കും അത് നടക്കുന്നു. എന്റെ ടൈം ബ്ലോക്ക് എങ്ങനെ സെറ്റ് ചെയ്യണം ഞാനാണ് തീരുമാനിക്കുന്നത്. വേറെ ആർക്കും റോളില്ല. അതേ സമയത്ത് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഇതിൽ ചെറിയ വേരിയേഷൻ വരുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മൾ കറക്റ്റ് തന്നെ പറഞ്ഞു പോവാം, ലാസ്റ്റ് ടോപ്പിക്കിൽ വരുമ്പോൾ അത് പറയാം. ഓക്കെ, അപ്പൊ ഈ ടൈം ബ്ലോക്ക് എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി അതിനോട് കണക്ട് ആയിട്ട് അടുത്തൊരു വേടാണ് ടൈം ബോക്സിംഗ് എന്നുള്ളത്. എന്റെ ടൈം ബോക്സിങ്, ഈ ടൈം ബ്ലോക്കിനകത്ത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ടൈമിനെ ബോക്സ് ചെയ്യാം. ഒരു മണിക്കൂറിനകത്തുള്ള വർക്കുകളെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പം ഒരു മണിക്കൂറിനകത്ത് നമ്മൾ എക്സാമ്പിൾ പറയാണ്, നമ്മളൊരു പുസ്തകം അല്ലെങ്കിൽ ഇന്ന പുസ്തകം വായിക്കണം എന്നാണ് തീരുമാനിച്ചതെന്ന് കരുതുക. അതിനെ വീണ്ടും ടൈം ബോക്സ് ആക്കിയിട്ട് തിരിക്കാം. 10 മിനിറ്റിനകത്ത് 10 പേജ് വായിക്കണം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ടാസ്കുകളാക്കിയിട്ട് മാറ്റുക. അതിനാണ് ടൈം ബോക്സിംഗ് എന്ന് പറയാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഒരു ഗുണം, ഒരു ഗെയിമിഫിക്കേഷന്റെ ഫീല് വരും. നമുക്ക് ഒരു ഗെയിം കളിക്കുന്ന പോലത്തെ ഒരു ഫീലിലേക്ക് നമ്മുടെ വർക്കിനെ കൊണ്ടുവരാൻ പറ്റും. എനിക്ക് 1 മണിക്കൂർ സമയമുണ്ട്. ഇപ്പൊ ഫുട്ബോൾ ആണെങ്കിലും ഒക്കെ ആണെങ്കിൽ അങ്ങനെയല്ല, ഒരു ഗെയിം അല്ലേ. 1 മണിക്കൂറിനകത്ത് ആദ്യത്തെ ഹാഫ്, സെക്കൻഡ് ഹാഫ്, അല്ലെങ്കിൽ കുട്ടികൾ ഗെയിം കളിക്കുന്ന സമയത്ത് ടൈം വെച്ച് ഗെയിം കളിക്കാറില്ലേ, പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തീർക്കണം, 10 മിനിറ്റ് കൊണ്ട് തീർക്കണം എന്ന പോലെ നമ്മുടെ വർക്കുകളെ നമുക്ക് ടൈം ബ്ലോക്കിനകത്ത് ടൈം ബോക്സ് ഉണ്ടാക്കാം. ആ ബോക്സിൽ നമ്മുടെ വർക്കുകളെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആദ്യത്തെ 5 മിനിറ്റ്, പിന്നത്തെ 5 മിനിറ്റ്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ 5 മിനിറ്റ് വർക്ക് തീർന്നാൽ നമുക്കൊരു ഒരു ഒരു ഭയങ്കര കോൺഫിഡൻസ് കിട്ടും. ഓ അത് ചെയ്തില്ല, അപ്പൊ അടുത്ത 5 മിനിറ്റ് ചെയ്യാനുള്ള ഒരു ആവേശം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു 1 അവർ പോകുന്നത് നമുക്ക് അറിയില്ല. ബോറടിക്കാതെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗെയിമിന്റെ ഫീൽഡ് നമുക്ക് ആ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇതിനാണ് ടൈം ബോക്സിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പരിശീലിക്കാൻ പറ്റുന്ന കാര്യമാണ്. അവർ ടൈം ബ്ലോക്കിംഗ് പറഞ്ഞു, ടൈം ബോക്സിംഗ് പറഞ്ഞു. ടൈം ബ്ലോക്ക് ചെയ്താൽ ഒരു 1 അവറോ ഹാഫ് ആൻ അവറോ എങ്ങനെ വെച്ചാൽ അതിനെ ബ്ലോക്ക് ചെയ്യുക. അതിനകത്തുള്ള വർക്കിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ടൈം ബോക്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ മറ്റൊരു ഘടകമാണ് ടാസ്ക് ബാച്ചിങ്. അപ്പം ഒരേപോലെ വരുന്ന വർക്കുകളെയൊക്കെ നമ്മളൊരു ടാസ്ക് ആക്കിയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പം ഓഫീസിലൊക്കെ പോകുന്ന ആളുകൾ, ബിസിനസ് റിലേറ്റഡ് ആയ ആളുകൾക്കൊക്കെ ചിലപ്പം കോൾ കസ്റ്റമറെ വിളിക്കണം, മെയിൽ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് വാട്സപ്പിൽ മെസ്സേജുകളൊക്കെ ചെക്ക് ചെയ്യണം. ഇതൊക്കെ ഏകദേശം ഒരേ നാച്ചർ വരുന്നതല്ലേ. അതിനൊക്കെ പാടെ 1/2 മണിക്കൂർ, അതിനൊപ്പം ഒരു ടാസ്ക് സെറ്റായി. ഈ കാര്യങ്ങളൊക്കെ 1/2 മണിക്കൂറിനകത്ത് ആണ് കംപ്ലീറ്റ് ആവും. രാവിലെ 10 to 10:30 കോൾ ചെയ്യാനൊക്കെ തിരിച്ചു വിളിക്കുക, വാട്സപ്പ് ചെക്ക് ചെയ്യുക, അതിൽ മെസ്സേജ് റിപ്ലൈ കൊടുക്കുക, മെയിൽ നോക്കുന്ന ആൾ മെയിൽ റിപ്ലൈ കൊടുക്കുക, മെയിൽ ചെയ്യാനുള്ളത് ചെയ്യുക, അങ്ങനെയുള്ള മൊത്തം കാര്യം, അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ മൊത്തം ഒന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെ പാടെ ഒരു ടാസ്ക് ആക്കി മാറ്റിയാൽ ആ ടാസ്ക് അവിടെ കഴിയും ഒരു സമയത്തിനകത്ത്. പിന്നെ അടുത്ത ടാസ്ക്, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാസ്ക് ബാച്ച് ആക്കിയിട്ട് മാറ്റാം ഈ ടൈം ബ്ലോക്കിനകത്ത്. അത് അപ്പം ടൈം ബ്ലോക്കായി, ടൈം ബോക്സിംഗ് ആയി, ടാസ്ക് ആയി. ദെൻ മറ്റൊന്നാണ് ഡേ തീമിങ്. അത് കുറച്ചുകൂടി മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയത് ഡേ തീമിങ്. ഡേ തീമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഇന്ന വർക്കുകളൊക്കെ ചെയ്യാം, ചൊവ്വാഴ്ച ഇന്ന വർക്ക്. ഇപ്പം ഫാമിലിയിൽ വീട്ടിലൊക്കെ ചില സമയത്ത് നമ്മൾ കാണാറുണ്ട്, തിങ്കളാഴ്ച ഇന്ന റൂമുകൾ ക്ലീൻ ചെയ്യാം, ചൊവ്വാഴ്ച അങ്ങനെ ഡേ തീമിങ് ചെയ്യാറുണ്ട്. ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമ്മുടെ വർക്കുകളെ തന്നെ ഒരു ഡേ തീമിങ്ങിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. ഓരോ ഫാമിലി മുഴുവനായിട്ട് വർക്കിൽ നിന്ന് മാറി നിന്നിട്ട് ഒരു ദിവസത്തെ മാറ്റി വെക്കുക, ഞായറാഴ്ച മുഴുവൻ ഫാമിലിയോടൊപ്പം, അന്ന് വേറൊരു വർക്കും ഏൽക്കില്ല. അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ മെജോറിറ്റി അങ്ങനെ ചെയ്യാം. അന്ന് കോൾ എടുക്കില്ല, ഒന്നും ചെയ്യാം, അന്ന് ഫുള്ള് ഫാമിലിക്ക് കൊടുക്കും. ഓക്കെ, ചിലർ അതേപോലെ തന്നെ ഡേ തീം, ഡേ തീമിംഗ് ആണ് പറയുന്നത് ഷനാസ്. ഓക്കെ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, ഡേ തീം നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, ഡേ തീമിംഗ്. ഓക്കെ, ഒരു ദിവസത്തെ നമ്മൾ ഒരാഴ്ചയിലെ ദിവസങ്ങളെ ഇന്ന വർക്കുകൾക്ക് വേണ്ടി മാറ്റി വെക്കും. തിങ്കളാഴ്ച ഇന്നതേ ചെയ്യുമെന്ന് പറഞ്ഞാൽ അന്ന് അത് മാത്രമേ നടക്കുള്ളൂ. ചൊവ്വാഴ്ച ഇന്ന കാര്യങ്ങൾ ചൊവ്വാഴ്ച അത് മാത്രം ചെയ്യാം. അപ്പോൾ ഒരു ഡേ തീമിംഗ് നമുക്ക് പ്ലാൻ ആക്കും. കുറച്ചുകൂടി മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ഡേ തീമിംഗ്. അതായത് കുറെ കമ്പനികളുടെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരേ സമയത്തിന് പല കാര്യങ്ങൾ ചെയ്യാം. അങ്ങനത്തെ ആളുകൾക്ക് ഡേ തീമിംഗിലേക്ക് പോകാൻ ബെറ്റർ ആണ്. ഓക്കെ, ദെൻ കോൾ പ്രിപ്പറേഷൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ടെലികോളൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യണം. എന്താണ് ഇയാളുടെ സംസാരിക്കാനുള്ളത്, അത് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഉറപ്പുവരുത്തിയിട്ട് ആ സമയത്തിനകത്ത് കോൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരാൾക്ക് വിളിക്കുമ്പോഴും അയാളുടെ സമയത്തിന് വാല്യൂ ഉണ്ട്. ഞാനൊക്കെ നന്നായിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും എല്ലാവരും ഓരോ ഡൗട്ടും മറ്റൊക്കെ വിളിക്കുന്ന സമയത്ത്
ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിലൂടെ കണക്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് കൂടുതൽ വെറുപ്പിക്കാനും കഴിയില്ല, എന്നാലും കാര്യം പറയും. അപ്പം നമ്മളൊരാളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർഡ് ആവണം. ഞാൻ ഈ വിളിക്കുന്ന ആളുടെ അടുത്ത് എന്താണ് എനിക്ക് ചോദിക്കാനുള്ളത്, ആ ചോദിക്കാനുള്ള കാര്യം കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അത് കോള് കട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ സമയം ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളുടെ സമയം നമ്മൾ എന്ത് ചെയ്യാണ്, സേവ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കണം, കോൾ ചെയ്യുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ഇപ്പം ഡിസ്കസ് ചെയ്ത കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ടൈം ബ്ലോക്കിംഗ് പറഞ്ഞു, ടൈം ബോക്സിംഗ് പറഞ്ഞു, ടാസ്ക് ബാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഡേ തീം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഈ 4 കാര്യങ്ങൾ വർക്കൗട്ട് ആവണമെങ്കിൽ ആദ്യം വേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നാളെ ചെയ്യാനുള്ള കാര്യങ്ങളെ കറക്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമയം വെച്ചിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ടൈം എന്തായി, ടൈം നമുക്ക് കറക്റ്റ് ആയിട്ട് ടൈം ബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടൈം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയും. അപ്പോൾ ആദ്യം ടൈം ബ്ലോക്കിങ്ങിൽ പരിശീലിക്കുക. എങ്ങനെ, രാവിലെ മുതൽ വൈകുന്നേരം ഉറങ്ങുന്ന വരെയുള്ള സമയത്തിൽ ഏതൊക്കെ സമയത്ത് നടക്കും. ഇപ്പോൾ ഓൾറെഡി കുറച്ചൊക്കെ അങ്ങനെ നടക്കുന്നുണ്ടാവാം. അതേ സമയത്ത് കുറച്ചുകൂടി അറിഞ്ഞുകൊണ്ട് അതിലേക്ക് വരിക. ഇപ്പൊ അറിയാതെ ഇങ്ങനെ നടക്കുന്ന കാര്യമായിരിക്കും കുറെ കാര്യങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം, കുളിക്കുന്ന സമയം ഏറെക്കുറെ ഒരേപോലെ. അതൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യുക. കുളിക്കാൻ അത്ര സമയം എടുക്കണോ, വാഷിങ്ങിന് അത്ര സമയം എടുക്കണം, അങ്ങനെ ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി സമയം കുറക്കാൻ വേണ്ടി കഴിയും. ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയി പ്ലാൻ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക്, മറ്റേത് നമ്മൾ ഇങ്ങനെ ഒരു റൂട്ടീനിൽ ഇങ്ങനെ പോകും, അതിനിടയ്ക്ക് ഒരു ഫോൺ വരും, കുറെ ആ ഫോണിലിരിക്കും, വേറെ ആരും സംസാരിക്കാൻ വരും, കുറെ അതിന്റെ പിന്നാലെ പോകും. ഇങ്ങനെ നമുക്കൊരു റൂട്ടില്ലാതെ അങ്ങനെ പോയി കറക്റ്റ് പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ ആ റൂട്ടിൽ നമുക്ക് പോകാൻ വേണ്ടി കഴിയും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ കറക്റ്റ് ആയിട്ട് ഈ പറയുന്നത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ എളുപ്പമല്ല, പക്ഷെ ശ്രമിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. പതുക്കെ 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 ഇത് മാത്രം ചെയ്താൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ബിസിനസ്സുകളൊക്കെ സെറ്റ് ആക്കാൻ പറ്റും. ബിസിനസ് ഏത് പ്രൊഡക്റ്റ് ബിസിനസ് ഉണ്ട്, ഏത് പ്രൊഡക്റ്റും മാർക്കറ്റിൽ വാങ്ങാൻ ആളുണ്ട്. നമ്മൾ അതിന് കൊടുക്കുന്ന സമയവും അതിനെ നമ്മുടെ കയ്യിലുണ്ടെന്ന് പബ്ലിക്കിലേക്ക് അറിയിക്കാൻ എടുക്കുന്ന എഫേർട്ടുമാണ് നമുക്ക് ബിസിനസ് കൊണ്ടുവന്ന് തരാം. ബിസിനസ് ഇല്ല എന്നൊരാൾ പറയുന്നതിന് അതിനർത്ഥം അയാളുടെ കയ്യിൽ ആ പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളത് കൂടുതൽ ആൾ അറിഞ്ഞിട്ടില്ല. 100 ആൾ അറിഞ്ഞാൽ ചിലപ്പോൾ 5 ആൾ വാങ്ങിക്കും. അപ്പൊ നമ്മൾ 1000 ആൾ അറിയിച്ചാലേക്കാരം 50 ആൾ വാങ്ങിക്കാം. 500 ആൾ വാങ്ങിക്കണമെങ്കിലോ 10,000 ആളെ അറിയിക്കാനുള്ള പണിയെടുക്കണം. ആ പണി നടക്കണമെങ്കിൽ സമയം ബിസിനസ്സിന് വേണ്ടി മാറ്റി വെക്കണം. അത് മാറ്റി വെക്കണമെങ്കിൽ ഈ ടൈം ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമയം എവിടെയാണോ അനാവശ്യമായിട്ട് കവർന്നെടുക്കുന്നത് അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആവശ്യത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്നിരുന്ന് ശ്രമിക്കുക, ഒന്ന് നോട്ട്ബുക്ക് എടുത്ത് എഴുതി നോക്കുക, രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ എന്തൊക്കെ ചെയ്തു, എത്ര സമയമാണ് ഞാൻ പ്രൊഡക്റ്റീവായിട്ട് എൻ്റെ ബിസിനസ്സിന് വേണ്ടി, എൻ്റെ പേഴ്സണൽ സ്കില്ലിന് വേണ്ടി, എൻ്റെ പേഴ്സണൽ ലൈഫിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തത്. ആസ് റൂട്ടീൻ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, എന്നും നടക്കുന്ന കാര്യങ്ങളാണ്. അതിനുവേണ്ടി ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ആലോചിച്ച് നോക്കുക. അതേ സമയത്ത് എൻ്റെ ഫ്യൂച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി, എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്ന് കറക്റ്റായിട്ട് പഠിച്ചാൽ, നല്ലൊരു സമയം അതിലേക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. ഇല്ല എങ്കിൽ റീതിങ്ക് ചെയ്തേ പറ്റൂ, മാറ്റം വരുത്തിയേ പറ്റൂ. അപ്പം ഈ പറയുന്ന കാര്യം ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തേക്ക് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡയറി എടുത്തിട്ട് കറക്റ്റായിട്ട് നാളത്തേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടക്കണം. ഇന്നത്തെ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുക, എത്രത്തോളം ഈ പറയുന്നതിന് ഞാൻ കണക്റ്റ് ആണ്, ഞാൻ ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തു പോകുന്നുണ്ടോ എന്നുള്ളത്. നിങ്ങൾക്ക് ഒരുപക്ഷെ കുറെ കാര്യങ്ങൾ ചെയ്യാണ്ടാവില്ല. നിങ്ങൾ അതിൽ എന്തൊക്കെ ആഡ് ചെയ്യണം, സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 hour ആഡ് ചെയ്യുക. എന്താണ്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം. നിങ്ങൾ എന്താണോ ബിസിനസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, 1 മണിക്കൂർ അതിലേക്ക് മാറ്റി വെച്ച് നോക്കൂ. നിങ്ങൾക്ക് സമയം തികയുന്നുണ്ടോ നിങ്ങൾ നോക്കിയാൽ 1 മണിക്കൂർ നിങ്ങളിപ്പം ചെയ്യുന്ന ബിസിനസ് എന്താണോ അതിന്റെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ 1 hour മാറ്റി വെക്കാം. മാറ്റി വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് കേൾക്കാം, പുസ്തകങ്ങൾ വായിക്കാം, പല കാര്യങ്ങളും ചെയ്യാം. പുസ്തക വായന ഇല്ലാത്ത ആളുകൾ അരമണിക്കൂർ പുസ്തക വായനയ്ക്ക് വേണ്ടിയിട്ട് ടൈം ബോക്സിങ്ങിലേക്ക് വരിക, അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റിലേക്ക് വരിക. അങ്ങനെ നിങ്ങളുടെ സമയത്തെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കൂ. അപ്പം കറക്റ്റായിട്ട് ഇതിനൊക്കെ സമയം കിട്ടും. എല്ലാത്തിനും നമുക്ക് സമയം കിട്ടും. നമുക്ക് വാച്ചിങ്ങിന് സമയം കിട്ടും, റീഡിങ്ങിന് സമയം കിട്ടും, ഇതേപോലെ എന്തെല്ലാം നമ്മൾ ഇഷ്ടപ്പെടുന്നു അതിനൊക്കെ സമയം കിട്ടും. സമയമില്ല എന്നുള്ള കംപ്ലീറ്റ് അവിടെ തീരും. കറക്റ്റ് എഴുതി വെച്ച സമയത്ത് ഫിലിം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ടെങ്കിൽ അത് ഒരു ദിവസത്തെ ഷെഡ്യൂളിൽ, ആഴ്ചയിൽ ഒരു ദിവസം ഷെഡ്യൂളിൽ ഒരു ഫിലിമിന് സമയം 2 മണിക്കൂർ മാറ്റി വെക്കുക. ആ ദിവസം ആ സമയത്ത് എന്ത് ചെയ്യുക, ഫിലിം കാണുക. അപ്പോൾ പിന്നെ മറ്റുള്ളതിനെ പറ്റി ചിന്തിക്കാതിരിക്കാം, മറ്റുള്ള ആളുകൾ അത് ആ സമയത്ത് അത് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി മാറ്റി വെക്കുക. എന്റർടൈൻമെന്റിന് വേണ്ടി സമയം ഉണ്ടെങ്കിൽ അത് അതേപോലെ മാറ്റി വെക്കുക. സൺഡേ എന്റർടൈൻമെന്റ് ആണെങ്കിൽ ആ സമയം എഴുതി വെച്ചാൽ ആ സമയത്ത് അത് നടത്തുക. അപ്പൊ മറ്റുള്ളതിനെ പറ്റി ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് എന്റർടൈൻമെന്റും ഇല്ല, മറ്റുള്ളതും ഇല്ല. കുറെയൊക്കെ നമുക്ക് അതാ സംഭവിക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട് ചെയ്യൂല, നമുക്ക് എന്റർടൈൻമെന്റ് ആഗ്രഹമുണ്ട്, ആ സമയത്ത്
നമ്മൾ പറയുന്നത് എനിക്ക് അതിനേക്കാൾ വലിയ കാര്യം ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് പറയും. ഇപ്പുറത്ത് കിടക്കുന്ന കാര്യം ചെയ്യില്ല, എന്റർടൈൻമെന്റ് ചെയ്യില്ല, സമയം വെറുതെ അങ്ങോട്ട് പോകും. അതേ സമയത്ത് സമയം എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം മാറ്റി വെച്ചാൽ അത് ആ സമയത്ത് കറക്റ്റ് ആയിട്ട് എൻജോയ് ചെയ്താൽ അത് ആ ഒരു ഹാപ്പിനെസ് നമ്മളെ മൈൻഡിന് കിട്ടും. അപ്പം അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ശീലിക്കാം. അപ്പൊ നമുക്കതിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താനും നമ്മളുടെ സമയത്തെ കൺട്രോൾ ചെയ്യാനും കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, ദെൻ റിവ്യൂ ചെയ്യുക എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ടൈം ബ്ലോക്ക് തലേ ദിവസം തന്നെ സെറ്റ് ചെയ്യണം, ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തെ കാര്യം ഡെയിലി റിവ്യൂ ആണ്. എല്ലാ ദിവസവും ഇറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഡെയിലി റിവ്യൂ ചെയ്യണം. മൂന്നാമത്തെ കാര്യം ഒരാഴ്ച കഴിയുമ്പോൾ ഒരാഴ്ചയിലെ മാറ്റങ്ങൾ കൂടി റിവ്യൂ ചെയ്യണം. ഒരു ഞായറാഴ്ച വരുന്ന സമയത്ത് തിങ്കൾ മുതൽ ശനി വരെ ചെയ്ത കാര്യങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. തിങ്കളാഴ്ചയിൽ നിന്നും ചൊവ്വാഴ്ച വല്ല മാറ്റം വന്നിട്ടുണ്ടോ, ബുധനാഴ്ച വല്ല മാറ്റം വന്നിട്ടുണ്ടോ, ഇങ്ങനെ ഒന്ന് റിവ്യൂ ചെയ്യാനും കൂടി ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. ആ റിവ്യൂ നമുക്ക് ഭയങ്കരമായിട്ട് എന്ത് കിട്ടും? നമ്മളുടെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും. മാറിയിട്ടില്ല എങ്കിൽ നമുക്ക് ഇനിയും മാറാനുണ്ട് എന്നുള്ള പാഠമായിരുന്നു പഠിക്കാൻ വേണ്ടി കഴിയും. ഇത് ഈ 4 സ്റ്റെപ്പ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ, 3 സ്റ്റെപ്പ് കറക്റ്റായി ഫോളോ ചെയ്ത് പോകണം. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ഇങ്ങനെ ടൈം ബ്ലോക്ക് ഒക്കെ ചെയ്ത സമയത്ത് പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ് പല ഭാഗത്ത് നമുക്ക് വരാം. അത് തെറ്റൊന്നുമല്ല. വീട്ടിലാണെങ്കിൽ ഗസ്റ്റ് വരാം, അതല്ലെങ്കിൽ ടെലികോൾ നമുക്ക് ഓഫീസിലാണെങ്കിൽ ഫോൺ വരാം, അതല്ലെങ്കിൽ വിസിറ്റേഴ്സ് വരാം. ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യാം? നമുക്ക് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടൊക്കെ വരുത്താം. ഇപ്പൊ നമുക്കൊരു ഗസ്റ്റ് വന്നു, അല്ലെങ്കിൽ ഗസ്റ്റിനോട് പറയാൻ പറ്റും ഇതിപ്പോ എന്റെ സമയമാണ്, ഞാനിപ്പം ഇത് ഞാൻ ബുക്ക് റീഡ് ചെയ്യുന്ന സമയമാണ്, ഇപ്പൊ നിങ്ങളെ കാണാൻ പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല. അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ലല്ലോ. അപ്പം എന്ത് ചെയ്യണം? ആ സമയത്ത് നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു വേറെ ഏതെങ്കിലും ടൈം ബ്ലോക്കിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. അങ്ങനെ മാറ്റങ്ങളൊക്കെ ഇതിനകത്ത് വരുത്താം. പക്ഷെ എപ്പോഴും ഈ ഗസ്റ്റ് വരവും എപ്പോഴും ഈ ഫോൺ വരവും ഒന്നും ഉണ്ടാവില്ല. ആകെ ടൈം ഒക്കെ സെറ്റാക്കി വെച്ചു എന്നിട്ട് മൊത്തം ആകെ എന്ത് ചെയ്യാം? ഷഫിൾ ചെയ്യുന്ന സിസ്റ്റം അങ്ങനെ ഉണ്ടാവില്ല. ഇതൊക്കെ വല്ലപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ്. ഗസ്റ്റ് വരുന്നതായിക്കോട്ടെ, ഫോൺ വരുന്നതായിക്കോട്ടെ, അതൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ നമുക്ക് കഴിയും. പക്ഷെ മെജോറിറ്റി സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ ഈ ടൈം ബ്ലോക്കിംഗ് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സക്സസ് നമുക്ക് അതിൽ തന്നെ ഉണ്ടാക്കാനും കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്യാനും കഴിയും. ഇതാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞത്. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ടൈമിനെ ബ്ലോക്ക് ചെയ്യുന്ന ശീലം നമ്മൾ ഹാബിറ്റ് ആക്കി കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരിക. കുറേ കാര്യങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പലപ്പോഴും ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, റിസൾട്ട് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തന്നെ തെറ്റാണ്. ഹാർഡ് വർക്കിലല്ല കാര്യം, സ്മാർട്ടായിട്ട് കാര്യങ്ങളെ നമ്മുടെ സമയത്ത് സ്മാർട്ടായിട്ട് ഉപയോഗിക്കുന്നതിലാണ് കാര്യം. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരും സക്സസ് ആവണമെങ്കിൽ ആര് സക്സസ് ആവണം? ഇപ്പൊ നമ്മുടെ നാട്ടിൻ പുറത്ത് ഇപ്പം റോഡിൽ കുഴി വെട്ടുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ടല്ലേ, പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട്. അവർ ചെയ്യുന്ന അത്ര ഹാർഡ് വർക്ക് ആരാ ചെയ്യുന്നത്? അവർ ഭയങ്കര ഹാർഡ് വർക്ക് അല്ലേ ചെയ്യുന്നത്. അവര് കുഴി വെട്ടുന്നിടത്ത് പാറ ഉണ്ടാവും, ചളി ഉണ്ടാവും, അതിനകത്തൊക്കെ അതുപോലെ ഒരു ചെറിയ കുഴിക്കകത്ത് ഇറങ്ങി നിന്നിട്ട് കറക്റ്റായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുമ്പിട്ടുന്നുകൊണ്ട് തൂമ്പ എടുത്തുകൊണ്ട് കൊത്തിക്കൊണ്ടിരിക്കല്ലേ. ഭയങ്കര ഹാർഡ് വർക്കാണ് ചെയ്യുന്നത് അല്ലേ? അതേപോലെയുള്ള മറ്റു വർക്കുകളൊക്കെ എടുത്തു നോക്കൂ. എന്നിട്ട് അവര് എന്താണ് ലൈഫിൽ അവരുടെ ഡ്രീമൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ സ്മാർട്ടായിട്ട് കാര്യങ്ങളെ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഹാർഡ് വർക്ക് കൊണ്ട്. സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കും. നമ്മുടെ സമയത്ത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ പഠിച്ചാൽ നമ്മുടെ ലൈഫിലെ പകുതി നമ്മൾ എന്തായി സക്സസ്. ബാക്കി നമ്മൾ എന്ത് ഡ്രീം ചെയ്യുന്നു അതിലേക്ക് എത്താൻ എളുപ്പമാണ്. കാരണം കൺസിസ്റ്റൻസി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ബിസിനസ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും എന്തുണ്ട്? ആളുകളുണ്ട് വാങ്ങാനും മാർക്കറ്റിലൊക്കെ. ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ അടുത്ത് ബിസ് ലൈഫിലുള്ള ആളുകൾ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല, അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട് സമയം കൊടുത്ത് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ ബിസിനസ്സിൽ മാറ്റം വന്നു തുടങ്ങി. ഇവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഷെയർ ചെയ്യണം. അതായത് പുതിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവരെന്ത് ചെയ്തു തുടങ്ങി? ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം അവരുടെ ബിസിനസ്സിൽ അവർ സാധാരണ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം കൊടുത്തു തുടങ്ങി. സ്വാഭാവികമായിട്ടും ആ സമയം കൊടുക്കുന്നത് അതോടൊപ്പം നമ്മൾ ഹൃദയം കൊണ്ട് ആ ബിസിനസ്സിനെ സേവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വരും? അവിടെ റിസൾട്ട് വന്നേ പറ്റൂ. വരാതിരിക്കാൻ ഒരു വഴിയുമില്ല. ആ റിസൾട്ട് വരും. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയുണ്ട്, ഹൃദയം ടച്ച് ചെയ്തിട്ട് നമ്മൾ അതിനെ സമീപിക്കുന്നു. നമ്മൾ നമ്മുടെ പേഴ്സണലിൽ എത്ര സമയം കൊടുക്കുന്നു, അതോടൊപ്പം ബിസിനസ്സിന് നമ്മൾ അത് ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് സമയം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബിസിനസ് വന്നേ കഴിയും. ഒരു തടസ്സം അതിനെവിടെയും ആരും തടഞ്ഞു നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് പരിശീലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രീമിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് എത്താൻ കഴിയും എന്നുള്ളതാണ്. ഇന്നത്തെ ടോപ്പിക് ഇതാണ്. ഇനി നിങ്ങളുടെ സമയമാണ്.
ഫീഡ്ബാക്ക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്ക് ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും പഠിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ മുതൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ ഒരു കമ്മിറ്റ്മെന്റ് അറിയിക്കാം. എന്തായാലും ഇനി ആരാണ് ആദ്യം സംസാരിക്കുക? പുതിയ ആളുകൾ ബിസ് ലൈഫിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് പരിചയപ്പെടുത്തണം. അതൊക്കെ ഒരു എന്താ പറയാ, നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റി പരിചയപ്പെടുത്താൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുടങ്ങിയോ? ആരാണ് ആദ്യം സംസാരിക്കുക? പറയും. സാറേ, ഒരു കാര്യം ഇതിന്റെ ഇടയ്ക്കൂടെ, അതായത് ഇപ്പൊ നമ്മൾ ഈ ഷെഡ്യൂൾ എല്ലാം ശരിയാക്കി എനർജി ഇടയ്ക്ക് നഷ്ടപ്പെട്ടാൽ അതിനെ എങ്ങനെ ആക്കിയെടുക്കും? എങ്ങനെ നഷ്ടപ്പെട്ടാലെന്നാ ഉദ്ദേശിച്ചേ? നമ്മള് ഈ ഷെഡ്യൂളൊക്കെ തലേദിവസം ഉണ്ടാക്കി ഡേ ടൈമില് എല്ലാം നമ്മൾ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ ഡൗൺ ആയി, എനർജി പോയി, എന്ത് ചെയ്യും? നമ്മളുടെ മൈൻഡ് കൊണ്ട് നമ്മൾ ഡൗൺ ആയെന്നാണ് ഉദ്ദേശിച്ചല്ലേ? അങ്ങനെയാണോ ആ, ഉദ്ദേശിച്ചത്? മൈൻഡ് ഡൗൺ മാനസികമായിട്ട് ആവുമ്പോ ഡൗൺ പിന്നെ ആയപ്പോൾ. ബാക്കി ഷെഡ്യൂൾ ഓക്കെ, അതായത് നമ്മളിപ്പോ ഈ ഒരു ടൈം ബ്ലോക്കിംഗ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഈ മൈൻഡ് കൊണ്ട് ഡൗൺ ആവുക അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കറക്റ്റ് ഒരു ഫോക്കസ്ഡ് ആയ സമയം വെച്ചിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി, അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഡൗൺ വരാതിരിക്കാനും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു മൈൻഡ് ബ്ലോക്കും അല്ലെങ്കിൽ മൈൻഡ് ബ്ലോക്ക് അല്ല, സോറി, ടൈം ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്യാൻ പരിശീലിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു കറക്റ്റ് ആയിട്ട് ഒരു ടൈം ബ്ലോക്ക് ചെയ്ത് ഈ സമയത്ത് എനിക്ക് എന്നത് ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിലേക്ക് ചെയ്യാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ മൈൻഡിനെ നമുക്ക് എന്ത് ഓവർകം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് അത് ചെയ്യാനാണ് മൈൻഡ് നമ്മെ പ്രേരിപ്പിക്കുക. മനസ്സിലായോ? ഓക്കെ, നിങ്ങൾ എക്സ്പീരിയൻസ്, അതായത് ഇത് കറക്റ്റ് ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണ്. നമ്മളിങ്ങനെ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതേ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തായാലും ആ സമയമാകുമ്പോൾ അത് ചെയ്യുമല്ലോ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ? സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം ഇല്ലേ മേഡം? ജെനി മേഡം ആണോ സംസാരിച്ചേ? അതെ സാറേ. ഓക്കെ മേഡം. അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ സ്ഥിരമായിട്ട് വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോ കുറച്ചൊരു മൈൻഡ് ഡൗൺ ആണെങ്കിലും ആ സാധനം ചെയ്യോ ഇല്ലയോ? ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ പോസിബിളി ചെയ്യണം. ചെയ്യില്ല എന്തായാലും. ഓക്കെ, അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ഹാബിറ്റ് ആക്കി ഓൾറെഡി ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് അത് മൈൻഡ് കുറച്ച് ഡൗൺ ആണെങ്കിലും ചെയ്യാൻ ആ ഡൗൺ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. അതൊരു ഹാബിറ്റാണ്. അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ചെയ്യും. ഇപ്പോൾ വീട്ടിൽ ക്ലീനിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു കാര്യമായിക്കോട്ടെ, കുറച്ച് നമ്മൾ ഡൗൺ ആണെങ്കിലും നമ്മൾ അത് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും, റിസ്ക് എടുത്തിട്ട് അത് ചെയ്യുന്നത് എന്തുകൊണ്ട് അത് ആ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്തു വന്നൊരു ഹാബിറ്റായി മാറിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ഹാബിറ്റ് ക്രിയേഷൻ നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു മേഡം. പറയൂ, വേറെ ആരാ പറയാനല്ലേ? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയും. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ 25 വർഷം ജോലിയിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഗസ്റ്റ് ആയതിനു ശേഷം ഞാൻ സിസ്റ്റമാറ്റിക് എല്ലാം ചെയ്യലുണ്ട്. സാറ് മുമ്പ് 5-8 പോയിന്റ് പറഞ്ഞില്ല. ആ പോയിന്റിന് ഞാൻ ഒരു 80% ഞാൻ എല്ലാം സാറ് പറഞ്ഞ പോലെ ലിസ്റ്റ് ആക്കിയിട്ട് ചെയ്യലുണ്ട്. സിസ്റ്റമാറ്റിക് അതെ, സിസ്റ്റമാറ്റിക് തന്നെയാണ് ഞാൻ ചെയ്യല്. കാരണം ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ജീവിതത്തിലെ എല്ലാ കാര്യവും ഇപ്പൊ ടൈമിംഗ് ആയിട്ട് തന്നെ ചെയ്യുന്ന കൊടുത്തിട്ടാണ് ഞാൻ ഇപ്പൊ ക്ലീനിങ്, ഒരു വീട്ടിലെ ക്ലീനിങ്, അതുപോലെ തന്നെ വർക്ക്. ഇപ്പോ ജോലിയിലുള്ള സമയത്ത് ഗസ്റ്റ് ഒപ്പിട്ട് കൊടുക്കുന്ന സമയം അതല്ല, ആ സമയത്ത് കൃത്യമായിട്ട് ഒപ്പിട്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആവും. ലാസ്റ്റ് ഈ 1.5 കൊല്ലം ഗസ്റ്റ് ആയതിനു ശേഷമാണ് എല്ലാം സിസ്റ്റമാറ്റിക് ആക്കി. അതിന് മുമ്പിട്ട് എനിക്ക് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഇല്ലായിരുന്നു. അപ്പൊ അതിനുശേഷം എനിക്കെല്ലാം സിസ്റ്റമാറ്റിക് ചെയ്യാൻ പറ്റിയോണ്ട് തന്നെ യാതൊരു കൺഫ്യൂഷനും ഇല്ല, എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി. അതിന്റെ റിസൾട്ട് ലൈഫിലുണ്ട് അല്ലേ? റിസൾട്ട് ലൈഫിലുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും മോട്ടീവ് ആവട്ടെ നിങ്ങൾ ചെയ്ത് ശീലിച്ച് പറയുന്നത്. വെരി ഗുഡ്. അതെ, എല്ലാവർക്കും കഴിയും. 100% അല്ലെങ്കിൽ ഒരു 80% സിസ്റ്റമാറ്റിക് ചെയ്താൽ കഴിഞ്ഞാൽ നടക്കും, ചെയ്യാൻ കഴിയും. ഓക്കെ, കഴിയും. താങ്ക് യു. പറയൂ. ഇന്നത്തെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയാറില്ലേ, നിങ്ങളെ ഫീഡ്ബാക്ക് നമ്മളെ എനർജി. അത് കൂടാതെ നിങ്ങൾ മൈക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കാൻ നിങ്ങളെ പ്രാക്ടീസും കൂടിയാണ് ഇത്തരം മീറ്റിങ്ങുകളിൽ. ഇനിയും സ്കില്ല് ഡെവലപ്പ് ചെയ്യാതെ ഒളിച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾ ഇത്തരം മീറ്റിങ്ങുകളിലൊക്കെ ആക്റ്റീവ് ആവണം. നിങ്ങളെ
ഐഡന്റിറ്റി പുറത്തേക്ക് വെളിപ്പെടുത്തണം ഓരോരുത്തരും വന്നിട്ട്. ഞാൻ ഇന്ന ആളാണ്. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ പേഴ്സണൽ ഇതൊക്കെ എനിക്കറിയാമെന്നുള്ള ചിന്ത ആദ്യം ഒഴിവാക്കിയിട്ട് ഓപ്പൺ ആക്കിയിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് പരിശീലിക്കണം. അപ്പോഴേ ഇങ്ങനെയുള്ള വെബിനാർ ഇതൊക്കെ നിങ്ങൾ ഫ്യൂച്ചറിൽ ഇതേപോലെ വെബിനാറുകളൊക്കെ എല്ലാവരും കണ്ടക്ട് ചെയ്യണം. ഇനിയുള്ള കാലങ്ങൾ ഇതാണ്, മീറ്റിങ്ങുകളും വെബിനാറുകളും ഒക്കെ തന്നെയാണ്. എന്ത് ബിസിനസ്സിനും ഇതൊക്കെ നിർബന്ധമായിരിക്കും. നമ്മുടെ സ്റ്റാഫുമായിട്ടായിക്കോട്ടെ, ക്ലയന്റുമായിട്ടായിക്കോട്ടെ, കസ്റ്റമറുമായിട്ടായിക്കോട്ടെ, ഇതൊക്കെ പരിശീലിക്കാനുള്ള വേദിയായിട്ട് ഇതിനെ കാണും. ഓപ്പൺ ചെയ്ത് സംസാരിക്കും. പറഞ്ഞോളൂ. മാഡം, ജയശ്രീ മാഡത്തിന്റെ മൈക്ക് ഓഫാണ്. പറയുന്നെന്തോ തോന്നുന്നു. പറയൂ. ഹലോ സാർ. അനീഷ മാഡം പറയൂ. ഞാൻ വീഡിയോ ഓണാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കുഴപ്പമില്ല, പറഞ്ഞാൽ മതി. ക്ലാസ് ഇന്നത്തെ മീറ്റിംഗ് നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ ടൈം മാനേജ്മെന്റിന്റെ പറഞ്ഞത് ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഇപ്പോ ഈ ജൂൺ 1-ാം തീയതി മുതലേ ജനുവരി 1-ാം തീയതി മുതലേ സ്റ്റാർട്ട് ആയത് ടൈം മാനേജ്മെന്റ്. അത് എഴുതി വെച്ചിട്ട് ചെയ്യുമ്പോ എനിക്ക് തന്നെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. പക്ഷെ സാറ് പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിങ്ങിനനുസരിച്ചിട്ടല്ല. ഞാന് തലേ ദിവസം എഴുതി വെക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുതി വെക്കും ഞാൻ ഇന്ന് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അത് എഴുതി വെച്ചിട്ട് വൈകുന്നേരം കെടുക്കണ വരെയുള്ള എഴുതി വെച്ചിട്ട് അത് നേരെ ടിക്ക് ഇട്ട് വെക്കും. അങ്ങനെ ഞാൻ ചെയ്യുന്നത്. അല്ലാണ്ട് ഈ ടൈമിൽ ഇത്ര ചെയ്യണം അങ്ങനെ ആക്കിയിട്ടല്ല ഞാൻ എഴുതി വെക്കണത്. അതിലേക്ക് കൊണ്ടുവരാ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾ വർക്ക് ചെയ്യുന്നത് മനസ്സിലായി. നിങ്ങൾ വർക്ക് ചെയ്യുന്ന റിസൾട്ട് ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ. എനിക്ക് ഈ ബിസ് ലൈഫിൽ വന്നതിന്റെ ശേഷം എന്റെ ഒരു മാറ്റം വെച്ചാൽ അധികം മടിയായിന്നാണ്. മടി മാത്രല്ല, ഡിപ്രഷൻ എന്ന് പറയും. എന്താ പറയാ, ഫുള്ള് കുട്ടികളായിട്ടും അതേപോലെ എല്ലാവരുമായിട്ടും ഭയങ്കര ദേഷ്യവും ഭയങ്കര എന്താ പറയാ, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെയാണ് ഞാൻ പോയിരുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. മറ്റേ കുട്ടികൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം പറഞ്ഞാൽ പോലും ഞാൻ വേഗം ദേഷ്യം പിടിക്കും. അതുകൊണ്ട് കുട്ടികൾക്ക് എന്റെ അടുത്തേക്ക് വരാൻ പോലും ഭയങ്കര പേടിയൊക്കെ ആയിരുന്നാണ്. അങ്ങനെ അപ്പൊ അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ നല്ല രീതിയിൽ പോണുണ്ട്. ഇതുവരെ കുഴപ്പമില്ല. എനിക്ക് എന്റെ ദേഷ്യം ഒക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനും പറ്റുന്നുണ്ട്. അതേപോലെ മെഡിറ്റേഷൻ, അഫർമേഷൻ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ളത് തന്നെ. മറ്റേ എനിക്ക് എന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്ന. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ പറ്റുന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇനിയൊക്കെ പഠിച്ചോന്റെ ഒക്കെ എടുക്കണ്. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ റിസൾട്ട് എന്തായാലും വന്നേ പറ്റൂ. നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. അതിന്റെ റിസൾട്ട് നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. അത് ഒരിക്കലും ഡൗൺ ആവാതെ മുൻപോട്ട് കൊണ്ടുപോകാം. ഓക്കെ, റിസൾട്ട് എന്തായാലും കിട്ടും. ഓക്കെ, താങ്ക് യു. പറയൂ, അടുത്ത ആള് പറയൂ. ജെനി മേഡം കേൾക്കുന്നുണ്ടോ? ജെനി മേഡം കേൾക്കുന്നുണ്ട് സാറേ. ജെനി മേഡം എന്തെങ്കിലും വീഡിയോ പ്രാക്ടീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താ വീണ്ടും? ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഞാൻ ഇനിയും തുടങ്ങണം. ഫീവറൊക്കെ ആയിട്ട് കിടക്കുക. നിങ്ങള് ജെനി മേഡം അങ്ങനെ ഓരോ റീസൺ പറഞ്ഞ് പോസ്റ്റ്പോൺ ആണ് കേട്ടോ. ക്രിസ്മസ് കേട്ടെന്ന് അന്ന് പറഞ്ഞു. ഇപ്പൊ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടോ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ. നിങ്ങളെ കയ്യിൽ ഉള്ള സ്കില്ലും എല്ലാം ഓൾറെഡി ചെയ്ത് പരിശീലിച്ച ആളല്ലേ. നിങ്ങളിപ്പോ എന്താ ചെയ്യാ, നിർബന്ധമായിട്ട് ചെയ്തു തുടങ്ങി. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാക്ടീസ് ഒന്നും ആവശ്യമില്ല. അങ്ങോട്ട് തുടങ്ങിയാൽ മതി കേട്ടോ. നിർബന്ധമായിട്ട് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കും, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ കേട്ടോ, മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഓക്കെ, തുടങ്ങാം. എന്തായാലും നിങ്ങൾ ഈ ഡിലേ ആക്കരുതേ. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോവാം. പതുക്കെ സ്റ്റെപ്പ് വെച്ച് തുടങ്ങും. ഓക്കെ, ശരി, താങ്ക് യു. പറയൂ. ആരാ? ജമീല മേഡാണോ സംസാരിച്ചത്? ആരാണ്? പറയൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. സാർ, ഇതിനകത്ത് സ്റ്റേറ്റിൽ പങ്കെടുത്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. വെരി ഗുഡ്. ഞാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായിരുന്നു. എല്ലാം ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിന് ചെയ്യാൻ ഇറങ്ങിയാൽ കഴിയും. പക്ഷെ എല്ലാത്തിനും ഒരു തടസ്സവും മടി ഒക്കെയാണ് ഉള്ളതുകൊണ്ട്, മനസ്സുകൊണ്ടൊരു മടിയാണ്. എന്തൊക്കെയോ എവിടെയൊക്കെയോ ഇങ്ങനെ ബ്ലോക്കുകൾ കിടക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതിൽ വന്നതിന് ശേഷം ഡെയിലി
സാർ ഇങ്ങനെ ഓരോരോ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നത് കൊണ്ട് എവിടെയായിരുന്നാലും എന്ത് തിരക്കിൽ നിന്നാലും അയ്യോ ഒന്ന് വീഡിയോ ചെയ്തില്ല, ഒന്ന് സ്റ്റാറ്റസ് വെച്ചില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതിൻ്റെതായ രീതിയിൽ ആ കറക്റ്റ് സമയത്ത് എല്ലാം റെഡിയാക്കിയൊക്കെ എടുക്കും. അങ്ങനെ കുറച്ച് മാറ്റങ്ങളുണ്ട്. പക്ഷെ അത് എനിക്ക് തന്നെ തോന്നുന്നു നല്ല, നമുക്ക് കുറേശ്ശോടെ അങ്ങോട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ബിസിനസ്സിൽ നല്ല ഒരു മാറ്റം വരും. മറ്റേത് സാറ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നാളത്തേക്ക് പിന്നെ ആവട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പോ ദിവസങ്ങളുണ്ടല്ലോ, പിന്നെ ആകട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് മാറ്റി വയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ സാറ് ഈ ക്ലാസ്സിൽ നമ്മൾ പങ്കെടുത്തതിന് ശേഷം സാറ് പറയുന്ന കണക്ക് ഒന്നും നമ്മൾ മാറ്റി വെക്കാനല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോഴും ചെയ്തു പോയാൽ നമുക്ക് വിജയം അടുത്തടുത്ത് തന്നെ വരുമെന്നുള്ള ഒരു സാർ പറഞ്ഞതുപോലെ ശേഷം നമുക്ക് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് എനർജി വന്നു. കാരണം നമ്മൾ എത്രത്തോളം പിന്നെ ആക്കുന്നോ നമ്മുടെ വിജയവും പിന്നെ ആവും. നമ്മൾ എത്രത്തോളം സമയം മാനേജ് ചെയ്ത് നമ്മൾ പോകുന്നോ അത്രത്തോളം നിങ്ങൾ വിജയം അടുത്തടുത്തേക്ക് വരുന്നു എന്നുള്ള ഒരു തോന്നൽ നമ്മളെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്തായിരുന്നാലും ഈ 2026 ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ബിസിനസ് നമുക്ക് ഉയർന്നു വരും എന്നൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ സ്വപ്നങ്ങൾ കണ്ടു വരുന്നുണ്ട്. അപ്പൊ അത് നടക്കുമെന്ന് തന്നെയാണ് നമ്മുടെ മനസ്സിൽ. നെഗറ്റീവ് ലാസ്റ്റേക്കൊന്നും പോണ്ട. എന്നാലും നമ്മൾ മാക്സിമം നിങ്ങളുടെ സമയത്ത് ഇപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ കൂടി പഠിച്ച് സമയത്ത് ഷെഡ്യൂൾ ആക്കിയാൽ മടിയൊക്കെ അവിടെ പൊക്കോളും. ഷെഡ്യൂൾ ആക്കുന്ന സാർ ഇപ്പൊ പറഞ്ഞത് അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അത് സാറ് പറഞ്ഞ കണക്ക് നമ്മളെ ദിവസം ഇത്ര ടൈം വെച്ച് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ദിവസം ആഴ്ചയിൽ എല്ലാ ദിവസങ്ങളിലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ഒന്ന് ഇതിൽ ശ്രമിക്കണമെന്നുണ്ട്. കാരണം ഇപ്പൊ തിങ്കളാഴ്ച ദിവസം നമുക്ക് ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, ചൊവ്വാഴ്ച ദിവസം ഇന്ന കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് ദിവസങ്ങൾ, ആഴ്ചയിലെ കുറച്ച് ദിവസങ്ങളിലെങ്കിലും നമ്മളെ ടൈമുകൾ ഇങ്ങനെ ചെയ്ത് വെക്കണമെന്നൊരു ഉണ്ട്. അത് പിന്നെ ദിവസങ്ങളിലാക്കാം. പിന്നെ ടൈമുകൾ പിന്നെ ഓരോ 24 മണിക്കൂറിന്റെ ടൈമുകളിൽ ആദ്യം ഇങ്ങനെ ആഴ്ചകളിൽ ദിവസങ്ങളാക്കിയതിന് ശേഷമെങ്കിലും ഒരു ദിവസത്തിൽ മണിക്കൂറുകൾ അങ്ങനെ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ട്. അത് നാളേക്കുള്ള ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഉറങ്ങിയാൽ മതി. എന്നിട്ട് നാളെ ബുദ്ധിമുട്ടായ കാരണം ഇതിന്റെ ഇടയിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഉള്ള കുറെ കേസുകൾ കയറി വരും. നിങ്ങൾ ബുദ്ധിമുട്ടുകളെ പറ്റി ആദ്യം ചിന്തിക്കണ്ട, ആദ്യം നടക്കുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി. യാത്രകള്, പിന്നെ ടെലഫോണുകൾ പോലെ എന്ത് പല പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ബ്ലോക്ക് ചെയ്ത ടൈമുകളെല്ലാം എന്നാലും നമുക്ക് കുറെയൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയും. കുറച്ച് അതെ അത് സാധനം ശരിയാണ്. ഫുള്ളും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കുറച്ച് അത് മാറ്റം വരുത്തിയെടുക്കാം, ചെയ്യാൻ കഴിയും. ഞാൻ ഒരു എക്സാമ്പിൾ ചോദിക്കട്ടെ. സ്ഥിരമായിട്ട് 9 മണിക്ക് ഉറങ്ങുന്ന ഒരാള് ആണെങ്കിൽ നിങ്ങൾ അയാളെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്താൽ നിങ്ങൾ എന്താ ചെയ്യാ? തൊട്ടടുത്ത മൊമെന്റ് നിങ്ങൾ ഓർമ്മ വരും, അയാൾ 9 മണിക്ക് ഉറങ്ങിയിട്ടുണ്ടാവും, വിളിക്കോ? അയാളുടെ ശീലം അയാൾ സെറ്റ് ചെയ്ത് വെച്ചു 9 മണിക്ക് ഉറങ്ങാന്നുള്ളത്. നമ്മൾ ഒക്കെ അയാൾക്ക് വേണ്ടി നമ്മൾ മാറുക ചെയ്ത്, അയാൾ മാറിയില്ലല്ലോ. മനസ്സിലായില്ലേ? നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അത് സാറ് പറഞ്ഞത് ശരിയാണ്. അങ്ങനെ നമ്മളെ ടൈം വേസ്റ്റ് ആക്കി കളയാതെ നമുക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തി എടുത്താൽ, നമ്മൾ ഒരാൾക്ക് ടൈം വാല്യൂ ഉണ്ടെങ്കിൽ അയാളെ നമുക്കറിയാം, ആ സമയത്ത് ആളെ വിളിച്ചാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ലാതെ ടെലിഫോൺ ചെയ്ത് ഈ സമയങ്ങള് പഴിക്കളയുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചാറ്റ് ചെയ്തായിരുന്നാലും റീൽസ് കണ്ട് നമ്മള് സമയം പഴിക്കളയുന്നു, അവര് ഇത് കാണിച്ച് പൈസ ഉണ്ടാക്കുന്നു. പക്ഷെ ആ സമയത്ത് നമ്മുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ ഉപയോഗപ്പെടുത്തിയാൽ അത് നമുക്ക് നമ്മുടെ ബിസിനസ്സിലും ജീവിതത്തിലും ഒക്കെ വിജയമായിട്ട് വരും. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷം. നല്ല മാറ്റം വരുന്നുണ്ട്. ഇന്നലെ കിട്ട വീഡിയോ നല്ല മാറ്റമുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ജസ്റ്റി മാഡം പറയൂ. സാറേ, ഈ ബിസിനസ് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റമുണ്ട്. ഞാൻ പഠിക്കുകയായിരുന്നു, എല്ലാ കാര്യവും നീക്കി വെക്കുന്ന ഒരാളായിരുന്നു. നീട്ടി വെക്കാറായിരുന്നു അല്ലേ? പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. കടയിലാണെങ്കിലും നല്ല വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. വർക്ക് വന്നോളൂ, കുറെ മാറ്റം വന്നു. പേഴ്സണലി മാറി ഓട്ടോമാറ്റിക്കലി വർക്ക് ലൈഫിൽ മാറ്റം വരും. തീർച്ചയായിട്ടും വളരെ സന്തോഷം നിങ്ങൾ വന്നാലും. ഓക്കെ, നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തല്ല, വീഡിയോ ഓൺ ആക്കി സംസാരിക്കാൻ മടിയുള്ള ആളായിരുന്നു, അതുവരെ മാറി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എന്റെ ഭാഗ്യമാണെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, റിൻസി മാഡം, പുതിയ ആളുകളൊക്കെ സംസാരിച്ചു തുടങ്ങും. ഷബ്ന ജാഫർ, യെസ്, പറയൂ. സാർ ഞാൻ ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ, അതിൻ്റെതായ തുടങ്ങുമ്പോ തന്നെയാണ് സംസാരിക്കുക.
ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇപ്പൊ എനിക്ക് എഡിറ്റിംഗ് അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ സാറ് പറഞ്ഞു തന്നതിന് ശേഷമാണ് ഇപ്പൊ അതിൽ ട്രൈ ചെയ്യാനൊക്കെ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് മെറ്റീരിയൽസ് കൂടുതൽ ഇതായിട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം കുറച്ച് പേരൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഈ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി അങ്ങനെ എഡിറ്റ് ചെയ്യിക്കുന്ന ഫോട്ടോസ് ഒക്കെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. ഇന്നത്തെ സെഷൻ ഫുള്ള് കേട്ടോ? ക്ലാസ് ഫുള്ള് കേട്ടില്ലേ? ആ, കേട്ടു കേട്ടു കേട്ടു. എന്തെങ്കിലും മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഉണ്ട്. ഓക്കെ. ആ. ടൈം കുറെ കൂടിയൊക്കെ ടൈം ബിസിനസ്സിലേക്ക് കൊടുക്കാൻ കിട്ടില്ലേ ഇനി? ആ, കിട്ടും കിട്ടും സാർ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കൂടുതൽ സമയം കൊടുക്കുക, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ മീറ്റിങ്ങിലൊക്കെ വന്നിട്ട് ഇതേപോലെ ഓപ്പൺ ആയിട്ട് പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരം സംസാരിക്കുക. അതൊരു പ്രാക്ടീസ് ആയിട്ട് കണ്ടാൽ മതി. കൊച്ചു കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവര് കാണിക്കുന്ന വികൃതിയുടെ പുറകെ പോകേണ്ടതുകൊണ്ട് വീഡിയോ ഓപ്പൺ ആക്കാത്ത. അത് കുഴപ്പമില്ല, അങ്ങനെ സംസാരിക്കുക. അതൊക്കെ ഉണ്ടാവും കുട്ടികളുടെ വീട്ടിലൊക്കെ സ്വാഭാവികം. ഡോണ്ട് വറി. ഓക്കെ ഓക്കെ, താങ്ക് യു മാഡം. മാഡം, ആ, ശരി ശരി. വേറെ ആരാ സംസാരിക്കാൻ ഇനി? വിനോദ് ജി ലൈനിലുണ്ടോ? ബാനു, ഷബ്ന ജാഫർ. ഓക്കെ, ഷബ്ന മാഡം പറയൂ. മൈക്ക് ഓഫ് ആണ്, മൈക്ക് ഓഫ് ആണ്. ഷബ്ന മാഡത്തിന് ഓക്കെ, പറഞ്ഞോളൂ. ആ, ഞാൻ ഹോം ബേക്കറാന്ന് അറിയാലോ. അറിയാം, എനിക്കറിയാം, ആ. ബാക്കിയൊക്കെ അറിഞ്ഞോളന്നില്ല. ആ, ഓക്കെ. അപ്പോ സ്റ്റെപ്പൊക്കെ ഈ പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഇതിൽ പറഞ്ഞൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടല്ലോ, അത് വല്ലാണ്ട് കുറവായിരുന്നു. ഇതിൽ പറഞ്ഞപ്പോ ആ കാര്യം നമുക്ക് ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇന്ന് മുതൽ തന്നെ നമ്മള് അതിനുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. പിന്നെ നമ്മുടേത് എങ്ങനെ പബ്ലിക്കിലേക്ക് എത്തിക്കാന്നുള്ളതിനെ കുറിച്ചിട്ടും നമുക്ക് കുറച്ച് അറിവില്ലായ്മ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രാക്ടീസ് അത് പഠിക്കാം, കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇവിടെ ഇവരൊക്കെ പ്രാക്ടീസ് തുടങ്ങിയ ആളുകളാണ് ഇതിൽ ജോയിൻ ചെയ്തിട്ട്. ഓക്കെ, ശരി, താങ്ക് യു. നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ സമയം. വേറെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. വിനോദ് ജി ഉണ്ടോ? ലൈനിലുണ്ടോ? ബാനു, ബുഷ്ര, ആരെങ്കിലും സംസാരിക്കുന്നോ? ആരും ഇല്ലാന്ന് തോന്നുന്നു. ആരും സംസാരിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ,